السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ ഉസ്താദുമാർ, ആദരണീയരായ മരിക്കള ജമാഅത്തിലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, നല്ലവരായ മഹല്ല് നിവാസികൾ, മറ്റു ഇവിടെ ഒരുമിച്ചു കൂടിയ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹജനങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഫുഖഹാ ഉസ്താദിൻ്റെ
4ാം ആണ്ടിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയിലാണ് നാം ഉള്ളത്. അള്ളാഹു ഈ മജ്ലിസ് കാരണം 2 ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഞാനിവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഈ പരിപാടിയിലൊക്കെ നേരത്തെ സംസാരിച്ച ഓരോ നേതാക്കളുടെയും ഉസ്താദുമാരുടെയും സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സാധുവായ ഞാൻ ഈ മരിക്കള പള്ളിയിൽ മുതഅല്ലിമായി ഓതിപ്പടിച്ചിരുന്ന ഒരു സമയം, അന്നത്തെ ഓർമ്മകൾ, ആ ഓർമ്മകൾ ഒന്ന് പുതുക്കിയതുപോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായിരുന്നു. കാരണം ഒരു പഴയ തനിമ, ആ പഴയ ഒരു തനിമ ഇന്നും നമ്മുടെ ഈ മരിക്കളയിൽ നിലനിന്നു പോന്നിട്ടുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് തന്നെ മരിക്കളക്കാര് വഅദിന് ക്ഷണിച്ചാല് വേഗം ഏറ്റെടുത്ത് ഇവിടെ ഓടി വരാൻ കാരണം ഒന്ന്, ആ പഴയ കാലം ഓതിപ്പടിച്ച നാടാണല്ലോ എന്ന ആ നാടിനോടുള്ള സ്നേഹവും, അതോടൊപ്പം വഅദിന് വന്നാല് നാട്ടുകാരെ ഒന്നടങ്കം കാണാൻ പറ്റും. സദസ്സെന്നും പരിസരത്തുനിന്നൊക്കെ വഅദിന് വന്നാൽ എല്ലാവരും കൂടി സദസ്സിലും പരിസരത്തൊക്കെ ഉണ്ടാവുമല്ലോ, അവ കാണാൻ പറ്റും എന്ന ആ വലിയ ചിന്തയോടുകൂടെയാണ് വരുന്നത്. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ മകൻ, നമ്മുടെ ഇവിടത്തെ മഹല്ല് പ്രസിഡന്റും കൂടിയായ പ്രിയങ്കരായ ജലീൽ സാഹിബ് അവരുകളോട് ഞാൻ ചോദിച്ചു, നമ്മളെ പഴയ ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന ഒരു ബസ് ഇപ്പോഴുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞങ്ങളെ നാട്ടിൽ അത് കാണുന്നില്ല, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇവിടെ തൊട്ടടുത്ത പ്രദേശമായ എച്ച് കല്ലു, ഭൂ ആക്കുവ കല്ലു എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ആ എച്ച് കല്ലെന്ന് രാവിലെ പുറപ്പെടും ഈ ഗോപാലകൃഷ്ണ. അത് നേരെ എൻ്റെ കളസയിലേക്കാ പോവാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ആ ബസ്സിൽ കയറിയിട്ടാണ് നാട്ടിലേക്ക് പോലും, നാട്ടിൽ നിന്ന് ഇവിടുത്തെ ദർസിലേക്ക് വരലൊക്കെ ആ ബസ്സിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ നേരത്തെ അവരോട് ചോദിച്ചു, ആ ഗോപാലകൃഷ്ണ ബസ് ഇപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ഈ മുത്തഅല്ലിമുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാനപ്പോ അന്നത്തെ ആ ഒരു ഓർമ്മ എനിക്കുണ്ടായി. കാരണം അന്ന് വലിയ വലിയ മഹാരഥന്മാരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന താജു ശരിയ ഉസ്താദിനെ പോലെ ഉസ്താദുൽ അസാത്തീദ് അവരൊക്കെ വന്നിരുന്ന ആ കാലം, അന്ന് ഞങ്ങളൊക്കെ ഇതുപോലെ സദസ്സിലിരുന്ന് ആ ഞങ്ങളെ മശായിഖുമാരുടെ സംസാരവും നസീഹത്തും ഉപദേശവും ഇങ്ങനെ കേട്ടിരുന്ന ഒരു സമയം. ആ കാലമായിരുന്നു സത്യത്തിൽ ഏറ്റവും നല്ല രസമുള്ള കാലം. ഇന്ന് ഞാനൊക്കെ വാള് പറയുന്നുണ്ടെങ്കിലും അന്ന് ഞങ്ങളെ ഉസ്താദുമാര് മശായിഖുമാര് അവരിങ്ങനെ വാള് പറയുമ്പോൾ ആ സദസ്സിൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം, അത് സത്യം ഇന്ന് എനിക്ക് വാള് പറയുമ്പോൾ ആ രസം കിട്ടണില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചതാണ്. അപ്പൊ ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഉസ്താദുമാരൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. പക്ഷേ
അന്ന് പഠിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ ഇന്ന് കസേരയിലൊന്നും കാണുന്നില്ല. അവര് ഞങ്ങളെക്കാൾ നേരത്തെ അള്ളാഹു അവരെ വിളിച്ച് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഇന്ന് അവർ ഖബറിലാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിന്റെ ഒക്കെ മിസ്ൽ സവാബ് അവരുടെയൊക്കെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ഇവിടെ നാം കേവലം അനുസ്മരിക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂടിയവരല്ല. നേരത്തെ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് നാം ഇവിടെ പറഞ്ഞത് കേട്ടു. ഇവിടെ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ട് അത് നമ്മുടെ ഖൽബിൽ വലിയ ഒരു മാറ്റം വരുത്തി. അത് കാരണം എൻ്റെ ആഖിറം രക്ഷപ്പെടണം, എനിക്ക് മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കണം, എൻ്റെ ജീവിതം അള്ളാഹു എനിക്ക് തന്ന ആയുസ് അതിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെട്ടു പോകാതെ അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ഉസ്താദ് അവരുടെ ജീവിതം നമുക്ക് വലിയ പാഠമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരുടെയൊക്കെ ചരിത്രം പരിധി നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതം അതിൽ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നഷ്ടപ്പെടുത്താതെ കഴിവിന്റെ പരമാവധി ഒക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി ധാരാളം സമയം അവരൊക്കെ കണ്ടെത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ ഓർത്തു പോവാണ്, ഈ അടുത്ത് ഞങ്ങളെ ഒന്നരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകളെ നമ്മുടെ കർണാടകയിലെ ഒട്ടനവധി നിരവധി മഹല്ലുകളിലെ ഖാദിയായി ബഹുമാനപ്പെട്ട ശൈഖുനയെ ഉസ്താദിനെ ബൈഅത്ത് ചെയ്യുന്ന ഒരു ചടങ്ങ് പലയിടത്തും നടന്നല്ലോ. ആ ചടങ്ങില് സംബന്ധിക്കാൻ വിശിഷ്ടാതിഥിയായി എത്തിയവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതർ, നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്ത് നമുക്ക് നേതൃത്വം നൽകുന്ന ജംഇയ്യത്തുൽ ഉലമ എന്ന സമസ്ത എന്ന ആധികാരിക പണ്ഡിത സഭയുടെ അനിഷേധ്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശൈഖുനാ റഈസുൽ ഉലമ ഉസ്താദ് അവരുകൾ അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് കയറി ഇങ്ങോട്ട് വന്നതാണ്. അദ്ദേഹം റഈസുൽ ഉലമ വന്ന് തിരിച്ചു പോകുന്നത് വരെ ഉസ്താദിന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ ഉസ്താദ് ഇവിടെ എത്തിയിട്ട് ഓരോ സമയവും മഹാനവരുകൾ പറയാണ്, ഞാൻ പോവാണ്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റണില്ല, എനിക്ക് ദർസ് നടത്തണം. മഹാനവരുകൾ പറയാം, ഞാനിവിടെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. ഉസ്താദ് ഇരിക്കേണ്ട സമയമൊക്കെ ഇരുന്നു, എന്നാലും ഉസ്താദ് അവസാനം വരെ ഇരിക്കലാണ് ഞങ്ങൾക്കൊക്കെ ആവേശവും സന്തോഷവും എന്ന് സംഘാടകർ പറയുമ്പോ എനിക്ക് പോണം, എനിക്ക് ദർസ് നടത്തണം, ആ ദർസ് നടത്തണം, എനിക്ക് മുത്തഅല്ലിമുകളെ വേണം. എന്നിട്ട് അവസാനം ഉള്ളാളത്തുള്ള മുത്തഅല്ലിമുകളെ ഒപ്പിച്ചു കൊടുത്തു ഉസ്താദിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവരുകൾ അവിടുത്തെ മുത്തഅല്ലിമുകൾക്ക് കിതാബ് ഓതി കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അവരുടെയൊക്കെ ജീവിതം. അപ്പോ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവരുകൾ ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ഉസ്താദിന്റെ വീട്ടിൽ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഇത്തവണ വന്നത് തന്നെ ആയിരിക്കൂലേ? വന്നപ്പോ ബാക്കിന്ന് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന അതൊക്കെ ഇങ്ങനെ കാണുന്നു, അതൊരു സന്തോഷം കൊണ്ട് എടുക്കുകയാണ്. ആ വന്ന ഒരു നിമിഷം അതൊക്കെ എപ്പോഴും ഒരു ഓർമ്മക്ക് വേണ്ടി. പക്ഷെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അതൊന്നും ചിന്തിക്കണില്ല. ഈ ശൈഖുനയുടെ താജുൽ ഫുഖഹാ ഉസ്താദിന്റെ വീട്ടിലെ മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചു വെച്ച കിതാബ് അങ്ങ് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ഷീണമൊക്കെ മാറി. പിന്നെ ആ കിതാബ് ഓരോന്നും എടുത്തു നോക്കലായി. ആ കിതാബ് ഇങ്ങനെ പരതലായി, അതിങ്ങനെ എടുത്തു നോക്കുകയാണ്. ഞാൻ എന്തിനത് പറയുന്നു എന്ന് പറഞ്ഞാല്
അവരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. എന്നിട്ട് ഉസ്താദിന്റെ കൂടെ ഉണ്ടായ ഒരാള് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് എന്നോട് പറഞ്ഞാണ്, അദ്ദേഹം പറയാണ്, ഞാൻ കൂടെ ഉണ്ടായിരുന്നു സാർ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചു, അതിനുശേഷം അവ്വാബീന നിസ്കാരം ഫുള്ളായിട്ട് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ നിസ്കരിച്ചു. ഞങ്ങളൊരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. റഈസുൽ ഉലമ അവ്വാബീന നിസ്കാരം ഫുള്ളായിട്ട് നിസ്കരിച്ചു, നിന്ന നൃത്തത്തിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചു എന്നാണ്. പിന്നെ ഇശാ എല്ലാം കഴിഞ്ഞ് ഹദ്ദാദ് എല്ലാം ചൊല്ലി അവിടെ തന്നെ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു ആവേശം, ഒരു സന്തോഷം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമക്ക് ഉണ്ടായതുപോലെ ഉസ്താദിന്റെ മുഖത്ത് തോന്നി. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഇയാൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ്. എന്നിട്ട് ഈ എന്നോട് ഈ പറഞ്ഞ ഇയാളെ റഈസുൽ ഉലമ കണ്ടപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ഉസ്താദ് ഒരു അസ്മാന്റെ ചികിത്സന്റെ ആളാണ്. അസ്മാന്റെ ചികിത്സന്റെ ആൾ, ഇസ്മിന്റെ ചികിത്സന്റെ ആള്. അസ്മ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലായിക്കോണമെന്നില്ല. ഇസ്മു എന്ന് മുഫ്രദാക്കിയിട്ട് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇസ്മിന്റെ പിന്നെ അത് ഇസ്മിന്റെ പണിയെടുക്കുന്ന ആളാണ്. അപ്പൊ ഉസ്താദിന് റഈസുൽ ഉലമക്ക് ഇതൊന്നും അറിയില്ല, മൂപ്പര് ഇസ്മ പണിയെടുക്കുന്ന ആളാണെന്ന്. മൂപ്പർ അടുത്ത് വന്ന് നിലത്തങ്ങ് ഇരുന്നപ്പോ റഈസുൽ ഉലമ ഇയാൾ മുഖത്തേക്ക് നോക്കി ചോദിക്കാണ്. അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞതാ. എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്താ ചോദിച്ചത്, നിങ്ങൾ അസ്മാന്റെ പണിയെടുക്കുന്ന ആളാണോ ത്വൽസമാത്തിന്റെ പണിയെടുക്കുന്ന ആളാണോ എന്നാണ്. ആരും ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇയാൾ ഇസ്മിന്റെ പണിയെടുക്കുന്ന ആളാണെന്ന്. പക്ഷെ ഉസ്താദ് ഇയാൾ പറയാ, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉസ്താദ് എന്നോട് ചോദിച്ചു, നിങ്ങൾ അസ്മാന്റെ പണിയെടുക്കുന്ന ആളാണോ ത്വൽസമാത്തിന്റെ പണിയെടുക്കുന്ന ആളാണോ. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്കുള്ള വിവരം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാന് അസ്മാന്റെ പണിയെടുക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരാളെ മുഖം കാണുമ്പോ പലപ്പോഴും താജുൽ ഫുഖഹായ ഞങ്ങളോട് പറഞ്ഞത്, ചില ആളുകളെ കാണുമ്പോ ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളിത് വെറുതെ പറയല്ല. ചില സ്ഥലത്തൊക്കെ ചില ആളുകളെ കണ്ടത് ഞങ്ങളോട് ഇങ്ങനെ അനുഭവം പറയും. അതൊക്കെ അവരുടെ ആ ഇൽമും തഖ്വയും, അതുകൊണ്ട് അല്ലാഹു തആല അവരുടെ ഖൽബുകളിൽ ഇട്ടുകൊടുക്കുന്ന ആ വലിയ ചിന്തയാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആ മഹാരഥന്മാരെ അനുസ്മരിക്കുമ്പോൾ, മഹാരഥന്മാരുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ, അതിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്താണ്? അവരുടെ ഓരോ സമയങ്ങളും അവർ നല്ലതിനു വേണ്ടി ചെലവഴിച്ചു. എല്ലാം അവർക്കൊരു ഒഴിവുള്ള സമയമില്ല, എല്ലാം അവർ നല്ലതിനു വേണ്ടി ചെലവഴിച്ചു. ആ ചെലവഴിച്ചത് കൊണ്ടാണ് ഇന്ന് താജുൽ ഫുഖഹാ മരിക്കള പള്ളി പരിസരത്ത് അന്തിയുറങ്ങുമ്പോൾ മഹാനവരുകളുടെ ഖബർ തേടി വരുന്നതാരാണ്? റഈസുൽ ഉലമാ. അത്രയും വലിയ മഹാനർ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ഉസ്താദിന്റെ ഖബർ തേടി വരുന്നു സിയാറത്തിന് വേണ്ടി. ഇതുപോലെ ഞങ്ങളെ ഉസ്താദായ ശൈഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, പൊന്മള ഉസ്താദ് ബേക്കൽ ഉസ്താദിന്റെ ഖബർ തേടി വരുന്നു. എന്തിന്? സിയാറത്ത് ചെയ്യാൻ. ആലിമീങ്ങളെ മഹത്വം ആലിമീങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അവരെല്ലാം ആഖിറം രക്ഷപ്പെടണമെന്ന വലിയ ബോധത്തോടെ ജീവിച്ചവരാണ്. ആ ആഖിറം രക്ഷപ്പെടുന്നത് ആരുടേതാണ്? അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വഅദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ ഖസസിലെ ആയത്താണത്. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആഖിറമാകുന്ന ലോകമുണ്ടല്ലോ. ഓ എൻ്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, ഇവിടത്തെ ജീവിതം കഴിഞ്ഞിട്ടൊരു ലോകമുണ്ടല്ലോ, പരലോകം. ആ ആഖിറമാകുന്ന ലോകം അതാർക്ക് വേണ്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്? ഖുർആനിൽ അല്ലാഹ് പറയാണ്, നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ
വലിയവനായിട്ടുണ്ടാകണം എന്ന ചിന്ത വെക്കാത്ത ആളുകൾ, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന് ഇൽമിനൊരു കുറവില്ല, തഖ്വക്കൊരു കുറവില്ല, ഇബാദത്തിന് കുറവില്ല. ഞങ്ങൾക്കൊക്കെ ഉസ്താദിന്റെ മുന്നിൽ പോയി നിൽക്കാൻ തന്നെ പേടിയായിരുന്നു. സംസാരിക്കുന്നത് പിന്നെയല്ലേ, വഅള് പറയുന്നത് പിന്നെയല്ലേ. പക്ഷേ ഉസ്താദിന്റെ മുന്നിൽ പോയി ഉസ്താദ് ഞങ്ങളെ ഇങ്ങോട്ട് കാണുന്നത് പോലും ഞങ്ങൾക്കൊരു ഭയമായിരുന്നു, പേടിയായിരുന്നു. പിന്നെ ഉസ്താദ് ഇരിക്കുന്ന സ്ഥലത്ത് വഅള് പറയുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളെ ധൈര്യം മതിയാകുന്നില്ല. സ്ത്രീകളെ ഭാഗത്ത് കവർ കൊണ്ടുവരുന്നുണ്ട്, ബക്കറ്റും കൊണ്ടുവരുന്നുണ്ട്. ബക്കറ്റിൽ നല്ല സംഭാവന ഇപ്പൊ ഇടുക, കവറിൽ നല്ല പൈസ ഇട്ടിട്ട് നാളെ വരുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നല്ലതൊക്കെ ചെയ്യാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചു നേരം ഞാൻ വാള് പറയൂ, 10:45 ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെയും മറ്റന്നാളൊക്കെ വാളുകളുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ വാള് പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. അള്ളാഹു നിങ്ങൾക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ അള്ളാഹു ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്കൊക്കെ അവരുടെ മുന്നില് വാള് പറയുന്നത് പോകട്ടെ, അവര് ഞങ്ങളെ നോക്കുന്നത് പോലും ഞങ്ങൾക്ക് വലിയ പേടിയാണ്. കാരണം എന്തേ? ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒരു പൊങ്ങച്ച അവർ ഉദ്ദേശിച്ചിട്ടില്ല. വലാ ഫസാദാ, ഭൂമിയിൽ ഒരു ഫസാദ് പോലും ഉദ്ദേശിക്കാത്തവരാണവര്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അനുസ്മരിച്ചാ പോരാ, ആ അനുസ്മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. എവിടെയെങ്കിലും പോയി ബേക്കൽ ഉസ്താദ് ഒരു കുഴപ്പമുണ്ടാക്കിയെന്ന് ഏതെങ്കിലും ഒരു മഹല്ലുകാർക്ക് പറയാൻ കഴിയുമോ? എത്ര മഹല്ലുകളിലെ ഖാദിയായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ഉസ്താദ് അവരുകൾ. പക്ഷേ ഏതെങ്കിലും ഒരു മഹല്ലുകാർക്ക് ബേക്കൽ ഉസ്താദ് ഞങ്ങളെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയെന്ന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സംഘടനക്കാർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വലാ ഫസാദാ, ഭൂമിയിൽ ഒരു ഫസാദ് പോലും ഉദ്ദേശിക്കാത്തവരാണ് അവര് കേട്ടോ. ഏതെങ്കിലും ഒരു മസ്അല പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കി എന്നുണ്ടോ? ഇല്ല. ബേക്കൽ ഉസ്താദ് ഒരു മസ്അല പറഞ്ഞാൽ പിന്നെ അതിനെതിരെ മസ്അല പറയാൻ കുറച്ച് അപ്പുറപ്പുറം നോക്കും. അങ്ങനെയാണ്. അതാര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ താജുൽ ഫുഖഹാ പറഞ്ഞതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ മസ്അലക്ക് വേറൊരു അഭിപ്രായം പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ എത്രയോ ആളുകളെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്നും ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു മസ്അല പറഞ്ഞതിന്റെ പേരിലോ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലോ ബേക്കൽ ഉസ്താദിനെ ട്രോൾ ചെയ്യാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തുകാർക്കും കഴിഞ്ഞിട്ടില്ല, പുറത്തുള്ളവർക്കും കഴിഞ്ഞിട്ടില്ല. അതല്ലേ ഇസ്സത്ത്? അതിനേക്കാൾ വലിയ ഇസ്സത്ത് എന്താ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാനപ്പോ ഒമാനിലാണ്. അവിടെ ഒമാനിൽ പോയ സമയം ഇവിടെ നാട്ടില് ഒരാൾക്ക് ഒരു കാര്യമായ മസ്അല വേണം. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ വിഷയം പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നാലും വലിയ വലിയ മഹാന്മാരോട് ചോദിച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അതിലൊരു ഖൈറുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ബേക്കൽ ഉസ്താദിനെ വിളിച്ചിട്ടൊന്ന് ചോദിക്കീന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ബേക്കൽ ഉസ്താദിനെ വിളിച്ചു. ബേക്കൽ ഉസ്താദ് അയാളോട് പറഞ്ഞു, ഞാൻ ഫോണിൽ മസ്അല പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു അയാളോട്. അപ്പൊ അയാള് പറഞ്ഞു, എന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് അത് അയാള് പറഞ്ഞിട്ടാണ് ഞാൻ ഉസ്താദിനെ വിളിച്ചത് എന്ന്. അപ്പൊ ഈ വിളിച്ച ആളോട് ഉസ്താദ് പറഞ്ഞു, എന്നാ അയാൾ എന്നെ വിളിക്കട്ടെ, അയാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ ഒമാനിൽ വയതിന് പോയതാ. അപ്പൊ ഒമാനിൽ നിന്ന് ഞാൻ ഉസ്താദിനെ വിളിച്ചപ്പോ പറഞ്ഞു, നൗഫൽ സഖാഫി, ഞാൻ ഈ പിന്നെ മൊബൈലിൽ ഇങ്ങനെ പരിചയമില്ലാത്ത ആളുകൾക്കൊന്നും ഞാൻ ഇങ്ങനെ മസാല പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങളെ പേര് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്നാ പിന്നെ അയാള് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഉസ്താദ് അത് ഇങ്ങനെ എങ്ങനെയാണ് മസാല എന്നത് ഉള്ളതുപോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ ഇൽമിനെ
ഒരു കണ്ണ് പൊട്ടന്റെ കുരുടന്റെ വടി പോലെ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ഉസ്താദ് എന്നും ചെയ്തിട്ടില്ല. ആവശ്യമുള്ള ഇൽമ് ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള വേദിയിൽ ആവശ്യമുള്ള ശൈലിയിൽ പറഞ്ഞു കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹ. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും റബ്ബേ നീ നാഫിയായ ഇൽമു വർദ്ധിപ്പിക്കണം റഹ്മാനേ. വലാ ഫസാദാ, ഒരിടത്തും ഒരു ഫസാദ് ഉദ്ദേശിക്കില്ല. അവർക്കാണ് ആഖിറത്തിന്റെ വിജയം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇത് പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, അന്ത്യവിജയം മുത്തഖീങ്ങൾക്കാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, തഖ്വ വേണമെങ്കിൽ ഇൽമു വേണം. തഖ്വ ഉണ്ടാകണമെങ്കിൽ ഇൽമു വേണം. ഇൽമുണ്ടാകുമ്പോഴല്ലേ യഥാർത്ഥത്തിലുള്ള തഖ്വയുണ്ടാകുന്നത്. ആ തഖ്വ ഉണ്ടാകണമെങ്കിൽ നല്ല ഇൽമു വേണമല്ലോ. അൽഹംദുലില്ലാഹ്, ഈ മരിക്കള എന്ന നാട് ഇപ്പോഴും വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം ഇവിടെ നല്ല ഒരു ദർസ് ഇവിടെ നടക്കുന്നുണ്ട്. പഴയ കാലം മുതൽക്ക് തന്നെ തുടങ്ങിയ വലിയ ദർസാണ്. ആ ദർസ് ഇന്നിവിടെ നടക്കുന്നുണ്ട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ റബ്ബത് നിലനിർത്തി തരട്ടെ. താജുൽ ഫുഖഹ ഉസ്താദ് ഇൽമു പഠിച്ചു, പഠിപ്പിച്ചു, ഇൽമിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ദർസിനോട് വലിയ ബഹുമാനമാണ്, ദർസിനോട് വലിയ സ്നേഹമാണ്. ജീവിതകാലം മുഴുവനും ദർസ് നടത്തിയില്ലേ? മരിക്കണ സമയം വരെ ദർസ് നടത്തിയില്ലേ? എന്റെ അറിവ് പ്രകാരം ഹോസ്പിറ്റലിൽ പോലും അതേ കൂടെയുള്ളവർക്ക് ഓതിക്കൊടുത്തു എന്നാണ് എനിക്ക് കേൾക്കാനിടയായത്. അവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. അവരുടെ ഒരു മിനിറ്റ് പോലും വെറുതെ ചെലവഴിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്, ആ ബേക്കൽ ഉസ്താദ് അന്തിയുറങ്ങുന്ന മരിക്കളയില് നല്ല തലേകെട്ട് കെട്ടിയിട്ടുള്ള പഴയ കാലത്തെ മുത്തഅല്ലിമുകൾ, പഴയ കാലത്തെ മുത്തഅല്ലിമുകൾ അങ്ങനെയാണ്. നേരത്തെ കാജൂർ തങ്ങൾ ഉസ്താദ് വെറുതെ അല്ല മുത്തഅല്ലിമുകളോട് ചില ഇൽമുകൾ ഇങ്ങനെ പറഞ്ഞത്. പഴയ കാലത്തെ മുത്തഅല്ലിമുകൾ, ബേക്കൽ ഉസ്താദിനെ എല്ലാം കണ്ടത് കണ്ണിന് പിടിക്കൂല, ഉള്ളതുപോലെയാണ്. ചില ആളുകൾ ഉസ്താദിനെ കുറിച്ച് പറയും ഭയങ്കര ദേഷ്യാണെന്ന് പറയും. കാണാൻ പാടില്ലാത്തത് കണ്ടാൽ ദേഷ്യപ്പെടും. അതങ്ങനെയാണ്. അത് ഓരോ ഉസ്താദ് ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരികളുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കാണാൻ പാടില്ലാത്തത് കണ്ടാൽ അവിടുന്ന് ദേഷ്യം വരും. അത് ഈമാനിന്റെ ഭാഗമാണ്. പിന്നെ സ്നേഹം കൊണ്ടും ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഒരിക്കൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതേ മരിക്കളയിൽ ഇതേ വേദിയില് ഉസ്താദിനെ ആദരിക്കുന്ന ഒരു പരിപാടി വെച്ച് ഒരുപാട് മഹല്ലുകളെ ഖാദിയാദിന്റെ പേരിൽ. അന്ന് ഞാന് പിന്നെ എന്നെ വാദിന് ക്ഷണിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓരോ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വാദിന് വന്നു. അന്ന് ആദരിക്കുന്നത് ആരാ? താജുൽ ഫുഖഹ ഉസ്താദിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ശൈഖുനാ താജു ശരിയ ഉസ്താദാണ്. അന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ശരിയ ഉസ്താദ് വരുമ്പോ കുറച്ച് വൈകിപ്പോയി. അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഉസ്താദ് ബേക്കൽ ഉസ്താദും അരിക്കുഞ്ഞ ശരിയ ഉസ്താദും താജു ശരിയ ഉസ്താദും രണ്ടാളും ഭയങ്കര ബന്ധാണ്, ഭയങ്കര ബന്ധം. ഉസ്താദ് ശിഷ്യനും അങ്ങനെ ഉണ്ടല്ലോ. ചില ശിഷ്യന്മാരോട് ഉസ്താദ്മാർക്ക് ഭയങ്കര ബന്ധായിരിക്കും. എല്ലാ ശിഷ്യന്മാരോടും ബന്ധാണ്, ചില ശിഷ്യന്മാരോട് ഭയങ്കര ബന്ധായിരിക്കും. ഉസ്താദുമാർക്ക് ഇസ്സത്ത് കൊണ്ടുവരുന്ന ശിഷ്യന്മാരാണെങ്കിൽ ആ ശിഷ്യന്മാരോട് ഭയങ്കര സ്നേഹം ഉസ്താദുമാർക്ക് ഉണ്ടാവും. അപ്പോ അത് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു പറഞ്ഞോളൂ, അതൊരു വിഷയമായിരിക്കൂല. അങ്ങനെയാണ്. അപ്പൊ അന്ന് വരുമ്പോ ഈ സ്ഥലം ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് താജു ശരിയ ഉസ്താദിന്റെ വണ്ടി വന്നിറങ്ങുക. താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് ഇവിടുന്ന് ഇറങ്ങി ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങി പോവാണ്. അപ്പൊ വണ്ടിന്ന് ഇറങ്ങിയ ഉടനെ ഉസ്താദിനോട് ശിഷ്യൻ ചോദിച്ചു, കുറച്ചും കൂടി വൈകിട്ട് വന്നാ പോരായിരുന്ന? ആളുകളെല്ലാരും പോയിട്ട്. ഞാനത് കേട്ടതാ. ആളുകളെല്ലാം പോയിട്ട് വന്നാ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ താജു ശരിയ ഉസ്താദ്, ഉസ്താദ്മാർക്ക് അറിയാലോ ശിഷ്യന്മാരത്,
അവിടുന്ന് ശരീരം കൈയങ്ങ് പിടിച്ച് തടവി കൊടുത്തു. ഞാൻ വരുമ്പോ കുറച്ച് വൈകിപ്പോയി. അത് ഉസ്താദിനോട് പിണങ്ങിയതല്ല, അത് അവരുടെ അറ്റാച്ച്മെന്റ് ആണ്, ആ ഒരു ബന്ധം. അങ്ങനെ ബന്ധത്തിലെത്തിയാൽ അവർക്ക് തമ്മിൽ എന്തും പറയാനാണ്. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നാഫിയ ഇൽമു തരട്ടെ. പറയാൻ ഒരുപാടുണ്ട്, ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. ഒരുപാട് ഉമ്മ പെങ്ങന്മാരും കൂടി ഉള്ളത് കൊണ്ട് അവർക്കും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം വേർന്നിട്ട് പിരിയാ. ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് വെറുതെയല്ല താജുൽ ഫുഖഹാ എന്ന പേര് കിട്ടിയത്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു മഹാന്റെ ചരിത്രം ഞാൻ ഇങ്ങനെ വായിച്ചു വരുന്നു. ആരാണ് ആ മഹാൻ? ഓ എന്റെ വാല് കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി റളിയല്ലാഹു അൻഹു പേരെന്താണ്? പേര് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവാണ്. എന്താണ് ആ പേരിന്റെ അർത്ഥമെന്നറിയുമോ? ചില ആളുകൾക്ക് അങ്ങനെ ചില പേരുകൾ ഉണ്ടാകും. സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ധാരാളം ചെയ്യുന്ന ആബിദീങ്ങളുടെ സൗന്ദര്യമെന്നാണ്. അങ്ങനെ ഒരു സ്ഥാനപ്പേര് കിട്ടണമെങ്കിൽ അത് എനിക്ക് സ്ഥാനപ്പേര് നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് കൊണ്ടല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ കുറെ കാലായല്ലോ അത് പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നിങ്ങളൊരു സ്ഥാനപ്പേര് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സ്ഥാനപ്പേരുണ്ടാക്കി വെക്കണത് അത് അത്ര നല്ല പണിയൊന്നുമല്ല. അതേ സമയത്ത് സൈനുൽ ആബിദീൻ നല്ല നല്ല ആളുകൾക്ക് തോന്നണം അവരുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് അങ്ങനെ ഒരു പേര് വെക്കാൻ. അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ സൗന്ദര്യം എന്ന പേര് കിട്ടാൻ കാരണം അന്നത്തെ ആളുകൾ മഹാനവരുകളുടെ ഇബാദത്തിനെ വിലയിരുത്തുകയാണ്. മഹാനവരുകളുടെ ഇബാദത്തിനെ വിലയിരുത്തുകയാണ്. ആ ഇബാദത്ത് ഒരു ചെറിയ ഇബാദത്തൊന്നുമല്ല. ആ ഇബാദത്ത് ഒരു ചെറിയ ഇബാദത്തൊന്നുമല്ല. എന്തിനേറെ പറയണം, മഹാനവരുകളുടെ ഇബാദത്തിന്റെ ഒരു കണക്ക് മഹാന്മാര് കിതാബിൽ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. കാന യുസല്ലി ഫീ കുല്ലി യൗമിൻ അൽഫ റക്അ. എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ഇത് പറയാൻ നമുക്ക് കഴിയുമോ? എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നാ പറഞ്ഞ. ഈ മറക്കപ്പുറത്ത് എന്റെ വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കട്ടെ, എത്ര റക്അത്ത് നിസ്കാരമാണ് ഉമ്മ ഓരോ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നത്? സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ ഇബാദത്തുകാരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞില്ലേ, ആ മഹാനവരുകൾ എല്ലാ ദിവസവും മഹാനവരുകൾ നിസ്കരിച്ചിരുന്നത് അൽഫ റക്അ, 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു. എന്നിട്ടോ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോ മുട്ടുംകാല് നിലത്ത് വെക്കണോ? അങ്ങനെ ഓരോ ദിവസവും 1000 റക്അത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഒരാഴ്ചയാകുമ്പോഴേക്ക് 7000 റക്അത്ത് നിസ്കാരമാണ്. അങ്ങനെ ഓരോ ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഫസ്വാറ ഫീ റുക്ബതൈഹി മിസ്ലു സഫനിൽ ബഈർ. ഒട്ടകത്തിന്റെ മുട്ടുംകാല് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ ഒട്ടകത്തിന്റെ മുട്ടുംകാല് പലയിടത്തും മുട്ടുകുത്തിയിട്ട് അവിടെ ഒരു പാട് കാണുന്നു, ഒരു അടയാളം കാണുന്നു. ഇതുപോലെ സൈനുൽ ആബിദീൻ എന്ന പേര് കേട്ട മഹാൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഓരോ ദിവസവും 1000 റക്അത്ത് നിസ്കരിച്ചതിന്റെ അധ്വാനത്തിന്റെ പവർ കൊണ്ട് മഹാനവരുകളുടെ മുട്ടുംകാലിലേക്ക് നോക്കുമ്പോൾ ഒട്ടകത്തിന്റെ മുട്ടുംകാലിൽ കാണുന്ന അടയാളം അലി ഇബ്നു ഹുസൈൻ തങ്ങളുടെ മുട്ടുംകാലിൽ കാണുന്നു. ഇത് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോ മഹാനവരുകളെ ചരിത്രം ഇങ്ങനെ വായിച്ചു വരുമ്പോ ഞാനങ്ങ് പേടിച്ചുപോയി. എന്റെ ആഖിറം ഓർത്ത് ഞാനങ്ങ് പേടിച്ചുപോയി. ഓ ഉമ്മമാരെ, എന്റെ ഖബറിനെ ഓർത്ത് ഞാനങ്ങ് പേടിച്ചുപോയി. എനിക്കെന്താണ് പറയാനുള്ളത്? ഹുസൈൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ആ മുട്ടുംകാല് കാണിച്ചിട്ട് റബ്ബിന്റെ
കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയൂ? ഈ വഅദ് പറയുന്ന എനിക്കെന്ത് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടാണ് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയുക? അവരൊക്കെ അവരുടെ ആഖിറം രക്ഷപ്പെടുത്താൻ നോക്കിയത് എങ്ങനെയാണ്? അവരുടെ ആഖിറം രക്ഷപ്പെടുത്തത് നോക്കിയത് എങ്ങനെയാണ്? അതുകൊണ്ടല്ലേ നല്ല നല്ല ആളുകൾ എല്ലാം പേടിച്ചിരുന്നു, എല്ലാം പേടിച്ചിരുന്നു. പഴയ, ഞാൻ എന്റെ വാലയേക്കട ഉമ്മമാരോടൊക്കെ പറയാണ്, പഴയ കാലത്തെ ആളുകൾക്ക് കുളി നിർബന്ധായാല്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, കുളി നിർബന്ധായാല് വേം പോയിട്ട് കുളിക്കും. പഴയ കാലക്കാരെ സ്വഭാവം അതാണ്. കുളി നിർബന്ധായാല്, സ്ത്രീകളും പുരുഷന്മാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, കുളി നിർബന്ധായാൽ, ജനാബത്തുണ്ടായാൽ, ഉദാഹരണം പറയാ, അതങ്ങ് ജനാബത്തുണ്ടായാൽ വേം പോയി കുളിക്കും. പിന്നെ നിസ്കരിക്കാനുള്ള സമയമാകട്ടെ, അപ്പോഴേക്കല്ലേ കുളിക്കേണ്ട ആവശ്യമുള്ളൂ, നിസ്കരിക്കണം മുമ്പ് കുളിച്ചാൽ പോരേന്ന് ചിന്തിക്കൂല. ഇന്ന് ഞങ്ങൾ അങ്ങനെയാ ചിന്തിക്കുക, അല്ലേ? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങള് അല്ലേ, ജനാബത്തുണ്ടായപ്പോ 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരു റാ കുളിച്ചോവർ. ഒറ്റ രാവിലെ അങ്ങനെ ഉണ്ടായപ്പോ ഓരോ ജനാബത്തുണ്ടായപ്പോ ഓരോ കുളിയും കുളിച്ചു എന്നാ പറയണേ. എന്താ കാരണം? അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. പഴയ കാലത്ത് ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹൈദ് മുറിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോയി കുളിക്കണം. നിസ്കാരത്തിന്റെ സമയാകട്ടെ, അതിന് മുമ്പ് കുളിച്ചാൽ പോരേന്ന് പോരാ. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ജനാബത്തുണ്ടായാൽ അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് കുളിച്ചാൽ മതി, എങ്കിലും അതിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല, ഉടനെ പോയി കുളിക്കണം. പഴയ കാലത്തെ ആളുകളൊക്കെ അങ്ങനെയാണ്, അപ്പൊ തന്നെ പോയി കുളിക്കും. എന്താ കാരണം? കാരണം അവരൊക്കെ അവരുടെ മരണസമയം പേടിച്ചവരാണ്. എന്തിനേറെ പറയണം, മരിക്കണ സമയത്ത് ചില നല്ല നല്ല ആളുകളാണോ, അവരുടെ അരികിൽ മലക്കുകൾ വന്നിട്ട് പോലും അവരെ സഹായിക്കുമെന്നില്ലേ? അതുകൊണ്ടല്ലേ എപ്പോഴും ഒരു ദുആ നടത്തണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആ ദുആ എപ്പോഴും നടത്തണമെന്ന് പണ്ഡിതന്മാർ എന്തിനാണ് പറഞ്ഞത്? മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അത് വല്ലാത്ത ഒരു ആശയമുള്ള ആയത്താണത്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം ഉമ്മമാരെ? റബ്ബനാ, ഞങ്ങളെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഇതാ ഇപ്പോൾ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിരിക്കുകയാണ്. ഈ ഹിദായത്ത് ഏത് സമയത്തും പിൻവലിക്കാൻ കഴിവുള്ളവനാണ് നീ. പക്ഷേ ഞങ്ങൾക്ക് നീ തന്ന ഹിദായത്ത് പിറകോട്ടെടുക്കല്ലേ അല്ലാഹ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഞങ്ങൾക്ക് നിന്റെ ഭാഗത്തു നിന്ന് റഹ്മത്തിനെ തരണേ അല്ലാഹ്. ഈ ദുആ എപ്പോഴും ദുആ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം, നിങ്ങൾ മരിക്കാൻ കിടക്കണ സമയത്ത് എന്തിനേറെ പറയണം, കിതാബുകളിലൊക്കെ കാണാൻ കഴിയുന്നു, മരിക്കാൻ കിടക്കുന്ന ആളുടെ തൊണ്ടക്കുഴിയിൽ ഒരൽപാൽപമായി വെള്ളമിറ്റിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് അവർ വെള്ളം ആവശ്യപ്പെട്ടാൽ പ്രത്യേകിച്ചു വെള്ളം മെല്ലെ അല്പാൽപമായി കൊടുക്കണമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടെ പറഞ്ഞ കാരണങ്ങളെ കൂട്ടത്തിൽ പലതും പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, അവിടെ വഖീല പറയപ്പെടുന്നു, പിശാച് ഈ മരിക്കാൻ കിടക്കുന്നയാളുടെ അരികിൽ വന്നിട്ട് ഞാനിതാ വെള്ളം തരാം, പക്ഷേ നീ ഒരു വാക്ക് പറയണം, ലാ ഇലാഹ ഇല്ലാ അനാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടുന്ന സ്ഥലത്ത് അത് നീ പറയാതെ ലാ ഇലാഹ ഇല്ലാ അനാ, പിശാചായ ഞാനല്ലാതെ ഒരു ഇലാഹ് ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥത്തിലും നീ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ തരാം എന്ന് പിശാച് വന്നിട്ട് അവന്റെ ഈമാനെ കബളിപ്പിക്കാൻ നോക്കൂ. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ
മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് അല്പാൽപമായി വെള്ളം കുടിപ്പിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ പറഞ്ഞ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഹാഷിയത്തുൽ ഖല്ലൂബിയിൽ കാണാം, മഹാനവരുകൾ അവിടെ പറയുന്നത് കാണാം. ഓ ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മുഅ്മിനിന്റെ അരികിലേക്ക് വരുന്നു. പക്ഷേ ഒരു വിഭാഗം ആളുകളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും മരിക്കാൻ കിടക്കുമ്പോ വരൂല. അവരാരാണെന്നറിയുമോ? മാലം യമുതു ജുനുബാ, ജനാബത്തുകാരനായിട്ട് മരിച്ചയാളാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കണ സമയത്ത് പലതും കണ്ട് അയാൾ മരിച്ചു, ജനാബത്തുകാരനായി. അവരെ കുറിച്ചല്ല പറഞ്ഞത്. നേരത്തെ ജനാബത്തുണ്ടായി, പക്ഷേ ജനാബത്തുണ്ടായതിന്റെ പേരിൽ കുളിച്ചില്ല, കുളി നീട്ടിവെച്ചു. ഇപ്പൊ നോക്കുമ്പോൾ ജനാബത്തുകാരനായിട്ട് മരിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ അരികിലേക്ക് മരണസമയം ജിബ്രീൽ അലൈഹിസ്സലാം പോലും വരൂല എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാബത്തുണ്ടായാൽ അടുത്ത ബാങ്ക് വിളി കേൾക്കുന്നത് വരെ കുളി പിന്തിപ്പിക്കണ്ട, ഉടനെ പോയി കുളിക്കുന്ന സ്വഭാവം പുരുഷന്മാർക്കുണ്ടാകേണ്ടതുണ്ട്, സ്ത്രീകൾക്കുണ്ടാകേണ്ടതുണ്ട്. പഴയ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ ജനാബത്തുണ്ടായ ഉടനെ പോയി കുളിക്കാനുണ്ടായ കാരണം അവരെ കൽബിൽ ഇതൊക്കെ വലിയ പേടിയാണ്. ഇന്നിപ്പോ ഇതൊന്നും ചർച്ചാ വിഷയമല്ല, ആണോ? ഇതൊന്നും ചർച്ചാ വിഷയമല്ല. പഴയ കാലത്തെ ആളുകളെ ദുആക്ക് എങ്ങനെയായിരുന്നു? അല്ലാഹുമ്മ അർസുഖ്നാ മീതത്ത സ്വാലിഹീൻ. ആ ദുആയിരുന്നു, അല്ലാഹുവേ സ്വാലിഹീങ്ങളെ മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് തരട്ടെ. ഇന്നത്തെ ചർച്ച എന്താ അറിയോ? ഇന്നത്തെ ചർച്ച എന്താ? ഒരു കല്യാണത്തിനെങ്കാലും പെണ്ണുങ്ങളെല്ലാം പോയിട്ട് ഒരു കല്യാണത്തിന് പോയി വന്നാലേ നമ്മളെ മരിക്കളത്തെ പെണ്ണുങ്ങളെല്ലാം നല്ലവരാ, അല്ലാഹു ബർക്കത്തെ. നിങ്ങൾ എന്താ ആമീൻ പറയാത്തെ? നിങ്ങൾ ആമീൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംശയിക്കൂ. കാരണം പഴയ കാലത്തെ പെണ്ണുങ്ങളിൽ ഇപ്പൊ ചേഞ്ച് ആയിന റബ്ബേ. മരിക്കലത്ത് ഞങ്ങൾ ഓതിപ്പടിക്കണ സമയത്ത് മരിക്കലത്തെ ഉമ്മമാര് പെങ്ങന്മാരൊക്കെ ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ അവരിൽ പലരും മരിച്ചിട്ട് ഇന്ന് ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. ഇപ്പത്തെ ഉമ്മ പെങ്ങന്മാരും നല്ലവരെന്നെ. കാരണം ഓരോ മക്കോ അല്ലേ അല്ലേ? ഓരോ മക്കോ, ഓരോ പുള്ളോ, ഓരോ ചള്ളിമാര് അങ്ങനെ ആവുമ്പോ അവരതേ സ്വഭാവം ഉണ്ടാവും. ഞാനിപ്പോ അടുത്തൊരു മരിച്ച വീട്ടിൽ പോയി. ഒരു ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബാപ്പ മരിച്ച അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എന്റെ മുത്താലിമീങ്ങൾ അവിടെ ഓതാൻ പറഞ്ഞയച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ആ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോ ഞാൻ ആ വീട്ടിൽ കയറി, അവിടെ ദ്വാരന്ന് വന്നു. അപ്പൊ ആ നാട്ടുകാരനായ ഒരുത്തൻ എന്റെ വണ്ടിയിൽ കയറി. അപ്പൊ എന്നോട് പറയാണ്, ദ്വാരന്നിട്ടൊക്കെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നോട് പറയാണ്, ഉസ്താദേ ഇപ്പൊ നിങ്ങൾ ഈ മരിച്ച ആളെ മോനുണ്ടല്ലോ, ഓന്റെ ബാപ്പക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം? അയാളെ ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം നോക്കിയിരുന്നു, അതിലൊരു കുറയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോനും എന്ത് ചെയ്തു എന്നറിയോ? ഓന് നാട്ടില് വന്നിട്ട് പിന്നെ ഗൾഫെല്ലാം വിട്ട് നാട്ടിൽ വന്ന് ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം ഖിദ്മത്ത് ചെയ്തു. ഉമ്മയും മരിച്ചു, ബാപ്പയും മരിച്ചു. ആ മോന് ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം ഖിദ്മത്ത് ചെയ്തു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ എന്റെ കൂടെ വന്ന ആൾ എന്നോട് പറയാണ്, അതിന്റെ കാരണം ഇവന്റെ ബാപ്പക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ സ്വഭാവം? അയാള് ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഉമ്മാനെയും ബാപ്പാനെയും നല്ലോണം നോക്കിയത് കൊണ്ട് ഇപ്പൊ മോന് ഇവനും എന്ത് ചെയ്തു എന്നറിയോ? അയാളെ നന്നായി നോക്കി. അങ്ങനെയാണത്. ബാപ്പാന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ മക്കളിൽ വരും. അൽഹംദുലില്ലാ, അതങ്ങനെയാണ്. ഞാനിത് വെറുതെ പറയല്ല, അതങ്ങനെയാണ്. അതുകൊണ്ടാണ് കുട്ടികളെ ബാപ്പാന്റെ എല്ലാ നല്ല ശീലങ്ങൾ മക്കളിൽ വളർത്തണമെന്ന് പറഞ്ഞത്. അതാണ്. ഞാനിപ്പോ ഇന്ന് വരുമ്പോ ഒരു ഫ്ലാറ്റിൽ കയറിയിട്ട് അവിടെ പോയി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അങ്ങനെ വന്നതാ. അപ്പോ ആ ഫ്ലാറ്റിൽ ലിഫ്റ്റിൽ കയറുന്നതിന്റെ പുറത്ത് ഇങ്ങനെ ലിഫ്റ്റിന്റെ പുറത്ത് ഇങ്ങനെ കന്നഡയിൽ എഴുതി വെച്ചത് കാണുന്നു, 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ
ഒറ്റക്കായിട്ട് ഈ ലിഫ്റ്റിൽ പറഞ്ഞയച്ചുകൂടാ, എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഞങ്ങളല്ല ഉത്തരവാദീന്ന്. അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? 12 വയസ്സിന്റെ ചുവടെയുള്ള കുട്ടികളെ ഒരിക്കൽ പോലും ഈ ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് അയച്ചുകൂടാ, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളല്ല ഉത്തരവാദി. അത് ശരി തന്നെയാണ്. അതേപോലെയാണ് പള്ളിയിലും. ബേക്കൽ ഉസ്താദ് ഭയങ്കര അതിന് കർശനായിരുന്നു. കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരണ്ടെന്നല്ല, നല്ലതാണ് അല്ലേ? ഇന്ന് പോലും ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ജമ്മുൽ ജവാമി ഓതി കൊടുക്കുന്ന സമയത്ത്, ഉസ്താമാർക്ക് അറിയാം, സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയാൻ, ഓതി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓതി കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. പിന്നെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഇബാദത്ത് അത് സ്വഹിയാകൂന്നാണ്. കുട്ടി നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാകും, കുട്ടി നോമ്പ് നോറ്റാൽ സ്വഹിയാകും. എന്താ അത് വലിയ ആള് നിസ്കരിക്കാൻ അത്രയും കടുപ്പ നിർബന്ധമുള്ളത് പോലെ കുട്ടി നിസ്കരിക്കാൻ നിർബന്ധമുള്ളത് കൊണ്ടാ? അല്ല. പിന്നെന്തേ? കുട്ടി ഇപ്പൊ തന്നെ നിസ്കരിക്കാൻ തുടങ്ങിയാൽ അപ്പൊ ഈ കുട്ടി അത് പതിവാക്കും. ഇപ്പൊ തന്നെ തുടങ്ങിയാല് പിന്നെയും അതിങ്ങനെ പതിവാക്കി വരും. അപ്പൊ പിന്നെ വലുതായാൽ പിന്നെ ഈ നിസ്കാരം വിടൂല. കാരണം അത് കുട്ടിക്കാലത്ത് ശീലിച്ച നിസ്കാരാണ്, അന്ന് ഉമ്മയും ബാപ്പയും പഠിപ്പിച്ച നിസ്കാരാണ്. അപ്പൊ ഓൻ പിന്നെ അത് വിടൂല. ഇൻഷാ അല്ലാഹു ദാലിക എന്നാ പറഞ്ഞേ. അള്ളാഹു ഉദ്ദേശിച്ചാൽ വിടൂല. ചിലപ്പോ കുട്ടിക്കാലത്ത് ശീലിച്ചാലും വലുതാകുമ്പോ വിടും. അതിന് കാരണം എന്തറിയോ? അതിന് കാരണം ഉമ്മയും ബാപ്പയാണ്. എന്താ കാരണം? ഇന്ന് വല്ലാതെ വ്യാപിച്ചിട്ടുള്ള ഒരു കാലാണ്. ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ഞാൻ എന്റെ ഉമ്മമാരോട് പ്രത്യേകിച്ചു പറയാം. എന്താ? മക്കൾ ഉഷാറാകുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹു ഞങ്ങളെ മക്കളെയൊക്കെ ഉഷാറാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെയൊക്കെ ഉഷാറാക്കി തരട്ടെ. ഞങ്ങളെ മക്കള് പഴച്ചു പോകാൻ പാടില്ല, ഞങ്ങളെ മക്കളെ വഴിതെറ്റി പോകാൻ പാടില്ല. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വഅലിന് ചെന്നപ്പോ, ഇവിടെ ഒന്നുമല്ല, കുറെ ദൂരെ വഅലിന് ചെന്നപ്പോ വഅല് തുടങ്ങാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ അതുവരെ നമുക്കൊന്ന് വീട്ടിൽ പോയി വിശ്രമിക്കാലോ. ആയിക്കോട്ടെ, പോവാ. ഞാൻ ആ വീട്ടിലേക്ക് അടുത്തെത്തുമ്പോഴേക്ക് അതിന്റെ നേരെ മുന്നിലുണ്ട് പോലീസ് വാഹനം വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, റബ്ബേ ഞാനെന്ത് ഗുലുമാല ചെയ്തത്? എന്നെ സ്വീകരിക്കാൻ എന്തിനാ പോലീസ് വണ്ടി? ഇപ്പൊ നോക്കും എന്താ വിഷയം? ആ നാട്ടില് കുറച്ച് പിള്ളേരെ, കുറച്ച് കുട്ടികളെ ഈ അടുത്ത് പോലീസ് കൊണ്ടുപോയി. എന്തിന്റെ പേരില്? ഡ്രഗ്സ് മാഫിയയുടെ പേരിൽ, മയക്കുമരുന്നിന്റെ പേരിൽ, കഞ്ചാവിന്റെ പേരിൽ. ഞാന് ഈ പൊന്നു മക്കളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. മരിക്കളക്കാരെ ഞാൻ വല്ലാതെ അഭിനന്ദിക്കുകയാണ്. എന്നോട് ഇവിടെ വന്നപ്പോ നിങ്ങളെ മുദരിസ് പ്രിയപ്പെട്ട അബ്ബാസ് സഖാഫി ഉസ്താദ് എന്നോട് പറഞ്ഞു, ദർസിന് ജമാഅത്ത് കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതെങ്ങനെ സപ്പോർട്ട് ഇല്ലാതിരിക്കും? നാട്ടുകാര് നേരിൽ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ വലിയ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ഉസ്താദിന്റെ നാടല്ലേ ഇത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ ദർസ് നിറഞ്ഞെത്തി തരട്ടെ. ഞങ്ങളൊക്കെ മുത്തഅല്ലിമായി ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഉസ്താദ് അന്നിങ്ങനെ ജീപ്പിൽ വരുന്ന ഒരു സമയം, വെള്ളിയാഴ്ച ജുമാക്കല്ല ഉസ്താദ് ഇങ്ങനെ വരും. അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. അല്ല, നമ്മളെ ദിമാഗിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോളോന്ന് അറിയില്ല. അന്ന് ഇവിടെ ഉസ്താദ് വരും. അന്ന് ഉസ്താദ് വരികയെന്ന് പറഞ്ഞ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഒരു വർഷം ഞാൻ ഈ പള്ളിയിൽ ഓതി പഠിച്ചിട്ടുണ്ട്. അന്ന് ഉസ്താദിന്റെ ആ വലിയ തലേകെട്ടും. അപ്പൊ ഞങ്ങൾ ശരിക്കും, ഇന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ഒന്നും അത് ചിന്തിക്കാൻ നേരമില്ല. ഞങ്ങൾ അന്ന് ശരിക്കും ഉസ്താദ് വരുമ്പോ ഉസ്താദ് എങ്ങനെ നടക്കുന്നേ, ഉസ്താദ് എങ്ങനെ ഇരിക്കുന്നേ, ഉസ്താദ് എങ്ങനെ ചവക്കുന്നേ. എന്താ കാരണം? ഞങ്ങൾക്ക് അതിങ്ങനെ ശീലാക്കിയിട്ട് ഞങ്ങൾ അതുപോലെ ആകണം. അങ്ങനെ ആയിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചത്. എന്നിട്ട് ബേക്കൽ ഉസ്താദിനെ കാണുമ്പോ ഞങ്ങൾക്ക്, ഉസ്താദിനെ കാണുമ്പോ ഞങ്ങൾക്ക് ഇതുപോലെ ആകണോ. മനസ്സിൽ എന്തും വിചാരിക്കാലോ, ആരെ പോലെ ആകണമെന്ന് എന്തും വിചാരിക്കാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കാണ്, ഞങ്ങൾക്ക് ഇതുപോലെ ആകണം. അങ്ങനൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അപ്പൊ ആ നാടല്ലേ അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് അറിയാൻ സാധിച്ചു, ഒരു മഹല്ലിൽ മരിക്കളയിൽ ഇപ്പൊ 50ഓളം മുത്തഅല്ലിമുകൾ, പുറം നാട്ടുകാരാണ് കൂടുതലും. അത് കേട്ടപ്പോ വളരെ സന്തോഷം തോന്നിപ്പോയി. അള്ളാഹു നിലനിർത്തി തരട്ടെ. 50ഓളം മുത്തഅല്ലിമുകള് ഒരു മഹല്ലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് മഹല്ലിലാ? ഞാൻ വളരെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും ചോദിക്കുകയാണ്. എപ്പോഴും ഉസ്താദ് പറഞ്ഞിരുന്നത് ദർസിനെ കുറിച്ചാണ്, ഞങ്ങളോടടക്കം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ KCF-ന്റെ പരിപാടിക്ക് ഒമാനിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു പോയി. ഫ്ലൈറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോ എന്റെ ദർസ് എങ്ങനെ വേണമെന്ന് ഉസ്താദ് എന്നെ ഉപദേശിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞത്, നന്നായി കിതാബ് പഠിപ്പിക്കണം. നൗഫലെ അങ്ങനെയാ പറയാ, നന്നായി കിതാബ് പഠിപ്പിക്കണം.
പിന്നെ ഓർക്ക് കുറച്ച് ഭാഷയും പഠിപ്പിക്കുക. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഉസ്താദ് പറയണേ, വേറെ കുറെ അങ്ങോട്ട് ഇങ്ങനെ പഠിപ്പിച്ചൊരു കാര്യമില്ല, കിതാബ് നന്നായി പഠിപ്പിക്കുക, ഭാഷ പഠിപ്പിക്കുക. പിന്നെ കുറച്ചൊക്കെ അന്നത്തെ കാലമായത് കൊണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞതാണ്, കുറച്ചൊക്കെ കമ്പ്യൂട്ടർ ഒക്കെ പഠിപ്പിക്കുക, കിതാബ് നന്നായി പഠിപ്പിക്കുക എന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ ഉസ്താദിന്റെ നാട്ടില് 50ഓളം മുതഅല്ലിമുകൾ, അതും നല്ല തലയെകെട്ട് കെട്ടിയ വെള്ള വസ്ത്രം ധരിച്ച, പേരിനൊരു ദർസല്ല, മാതൃകയാക്കാൻ പറ്റിയ ഒരു ദർസ് ഈ മരിക്കളയിൽ ഇന്ന് കാണുന്നു എങ്കില് അബ്ബാസ് സഖാഫിയോട് ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണമെന്നില്ല, ഉസ്താദിന്റെ പേരിൽ ദിവസം ഒരു ഫാത്തിഹ ഓതിയാ മതി, ഉസ്താദിന്റെ മദദ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു അല്ലേ, ഉസ്താദ് ഇവിടെ ഇരിക്കല്ലേ. ഞാനും ഇപ്പൊ അവിടെ പോയി ഉസ്താദിന്റെ മുഖത്തേക്ക് നേരെ തിരിഞ്ഞിട്ട് ഞാൻ സലാം പറഞ്ഞു, ഖുർആൻ ഓതി, ഖിബ്ലയുടെ ഭാഗത്തേക്ക് വന്ന് ഞാൻ ഇവിടുന്ന് ദുആയിരുന്നു, വീണ്ടും ഉസ്താദിന്റെ മുഖത്തേക്ക് വന്ന് സലാം പറഞ്ഞ് ഞാൻ ചോദിച്ചതും വേറൊന്നും ഇവിടുന്ന് ചോദിച്ചിട്ടില്ല. ഇവിടുന്ന് കാര്യമായിട്ട് ചോദിക്കേണ്ടത് അതാണ്, ഇൽമാണ്. ഇവിടുന്ന് കാര്യമായിട്ട് താജുൽ ഫുഖഹാന്റെ ഹളറത്തിൽ വന്നിട്ട് റബ്ബിനോട് കാര്യമായിട്ട് ചോദിക്കേണ്ടത് ഇൽമാണ്. അങ്ങനെയാണ് ഇൽമിനെ ചോദിക്കുക. അങ്ങനെ വേറെ പല നേർച്ചകളും കാര്യങ്ങളൊക്കെ വേറെ പലതും ഉണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായ സമയത്ത് ഇറങ്ങിയ ഒരു അനുസ്മരണ എഴുത്തിൽ വായിച്ചത് ഇപ്പൊ ഓർമ്മയുണ്ട്. ആ എഴുത്തിൽ കാണുന്നു, ഉസ്താദ് കൂടുതലും നഫീസ ബീവി റളിയല്ലാഹുവിന്റെ പേരിൽ നേർച്ചയാക്കാൻ പറയുന്നത് ഞാൻ ഒരു എഴുത്ത് വായിച്ചിരുന്നു, അത് ഓർക്കുകയാണ്. അത് വായിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഒരിക്കലും ഒരു കിതാബ് നോക്കുമ്പോൾ അതിൽ കാണുന്നു, ഒരു മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടപ്പോ ആ മഹാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നഫീസ ബീവി റളിയല്ലാഹുവിന്റെ പേരിൽ നേർച്ചയാക്കാൻ ഇന്നും ഈജിപ്തിൽ പോയാൽ, നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ സിയാറത്തിന് പോയവർക്കറിയാം, ഞങ്ങൾ പോയിട്ടുണ്ട്. മഹദിയുടെ മഖ്ബറയുടെ മുന്നിൽ ഒരു വലിയ എഴുത്തിൽ എഴുതി വെച്ചത് കാണുന്നു, ഇവിടെ നേർച്ച ചെയ്താൽ നേർച്ചക്ക് വലിയ ഫലമാണ്, ഇവിടുന്ന് ദുആർന്നാൽ വലിയ ഫലമാണ് എന്ന് എഴുതി വെച്ചത് ഇന്നും കാണുന്നു. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കണില്ല. ആ ഉസ്താദിന്റെ ഹളറത്തിൽ ഇങ്ങനൊരു ദർസ് നടക്കുമ്പോൾ എന്തൊരു സന്തോഷായിരിക്കും. ഉസ്താദിന് ഏറ്റവും വലിയ സന്തോഷം അതാണ്. അതുകൊണ്ടല്ലേ ദീർഘകാലം ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ഏറ്റവും വലിയ ക്രെഡിറ്റ്, ഞാനിപ്പോ അതൊന്നും അതിലേക്കൊന്നും കടക്കണില്ല, ഏറ്റവും വലിയ ക്രെഡിറ്റ് അതല്ലേ. നാട്ടിലൊരു ബലം ഉണ്ടാവാൻ, ചില സ്ഥലത്തെല്ലാം പോയാല് എത്ര വലിയ ആളാണെങ്കിലും ഓർ പറയും, ഓ നിങ്ങൾ റായത്തായില്ലല്ലേ എന്ന് പറയുമ്പോ, റായത്താൽ നമുക്കെല്ലാം ഗൊന്തുണ്ടാണേ പറ, റായത്താൽ നമുക്കെല്ലാം ഗൊന്തുണ്ട്, അങ്ങനെ ചട്ടി ഇട്ടോണ്ടിക്കുമ്പോ നോക്കിക്കൊണ്ടിന്നല്ലേ അല്ലേ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കണ്ട നാട്ടുകാര് തീരുമാനിക്കുകയാണ്, ഞങ്ങളെ മഹല്ലിന്റെ പ്രസിഡന്റ് അവിതർക്കിതമായി, ആരും ആവശ്യമില്ല, ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ഓരാണ് ഞങ്ങളെ മഹല്ലിന്റെ പ്രസിഡന്റ് എന്ന് നാട്ടുകാരെ തീരുമാനിക്കാൻ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉസ്താദിനെ കണ്ടവരുണ്ട്, ഉസ്താദിന്റെ കൂടെ നടന്നവരുണ്ട്. ആരും പറഞ്ഞില്ല ഞങ്ങൾ കുഞ്ചു കുഞ്ചു കൈയിട്ട് നടന്നോണ്ടിന്ന, പറഞ്ഞോ? പറഞ്ഞില്ല. ഞമ്മളെല്ലാക്കാൻ നോക്കിയാ ഞങ്ങൾ പറയില്ലേ, ഞങ്ങളെ കുറിച്ച് പറയില്ലേ, ഞങ്ങൾ കുഞ്ചു കുഞ്ചു കൈയിട്ടോണ്ടിന്നാന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല. എന്താ കാരണം? അതിനപ്പുറം ഒരു സംഗതി ഉസ്താദിന്റെ കയ്യിലുണ്ട്. എന്താ? ഇൽമ്. ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഹിക്കമിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഒന്നരായ ശൈഖുന മൊയ്യുസുന്ന ഉസ്താദ് ഞങ്ങളിങ്ങനെ തമാശക്ക് വേണ്ടി പലതും ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും കർണാടകക്കാരല്ലേ. അതെന്താ കാരണം? കർണാടകക്കാരോട് സ്നേഹമുള്ളത് കൊണ്ട് പറയാം. അങ്ങനെ പറയാം. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ പറയും കർണാടകക്കാരനല്ലേ, സ്നേഹം കൊണ്ട് പറയാണ്. അത് ഞങ്ങൾക്കൊരു ആവേശം ഉണ്ടാക്കാൻ. അങ്ങനെ ഉസ്താദുമാർ ഞങ്ങളെ തമാശാക്കാൻ പറഞ്ഞ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പൊ ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞു, അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ഉസ്താദിനെ കേന്ദ്ര മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇപ്പോ ഞങ്ങളെ കർണാടകക്കാരനെ തന്നെ ഒന്ന് വേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ അല്ല നമ്മ ഇങ്ങനെ ഒന്ന് അപ്പുറം ഒന്ന് ഇങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കാണ്, ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാരോടും അച്ഛനെ പറഞ്ഞു, അങ്ങനൊന്നും അഭിമാനം കൊള്ളണ്ട, കർണാടകക്കാരനായത് കൊണ്ട് മാത്രം എടുത്തല്ല, വലിയ ഇൽമുണ്ട്. അതാണ് കർണാടകക്കാരനായതുകൊണ്ട് മാത്രം എടുത്തല്ല, വലിയ ഇൽമുണ്ട്. മാത്രല്ല ബേക്കളത്ത് ദർസാണ്, ബേക്കള് കേരളാണ്. അല്ല ഓരോ നാട്ടുകാർക്ക് കിട്ടുന്ന അഭിമാനങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. അങ്ങനല്ലേ അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോയാൽ നിങ്ങൾ ഏത് നാട്ടുകാരൻ? ഞങ്ങൾ മൈരിക്കലക്കാരെന്ന് പറഞ്ഞാൽ എന്ത് മൈരിക്കലോ,
ദുബായിക്ക് പോയിട്ട് മരിക്കല. ഇപ്പൊ പിന്നെ KCF മറ്റെല്ലാം തുടങ്ങിയിട്ട് എല്ലാതിൽ പേര് കാണുന്ന ഡാഷ് മരിക്കള അല്ലെ. നിങ്ങൾ ഓനെ ഒന്ന് അന്തം വിട്ടിട്ട് ഇങ്ങനെ മരിക്കല, അതേടെ അത് മഞ്ഞനാടിന്റെ അടുത്ത് മരിക്കല എവിടെ റബ്ബേ? ഓനക്ക് എന്ത് മഞ്ഞനാടി? നമുക്ക് മഞ്ഞനാടി, മലപ്പുറക്കാരനോട് മഞ്ഞനാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല കഥ ഉണ്ടാ? അപ്പൊ പിന്നെ അവസാനം ഓന് വീണ്ടും ചോദിക്കണത് നിർത്തിവെക്കാൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നൊന്നുണ്ട്. അത് നീ വല്ലാതെ ചിലക്കണ്ട, ഞങ്ങൾ ബേക്കൽ ഉസ്താദിന്റെ നാട്ടുകാര്. അത് കഴിഞ്ഞു. പിന്നെ ഓനക്ക് മരിക്കളോ അറിയണ്ട, മഞ്ഞനാടിയോ അറിയണ്ട, മൊണ്ടപ്പതോ അറിയണ്ട, മോണ്ടുകോളിയോ അറിയണ്ട, പിന്നെ ഒന്നും കൽമിഞ്ചോ അറിയണ്ട, ഒന്നും അറിയണ്ട. അവക്ക് ബേക്കൽ ഉസ്താദിന്റെ നാട്. സലാം ഖലാസ് തീർന്നു. നിങ്ങൾ അല്ലേ? അപ്പൊ ഉസ്താദിന്റെ അരികിൽ വന്നാൽ കാര്യമായിട്ടും അള്ളാഹിനോട് തേടേണ്ടത് അതാണ്. എന്താണ്? ഇൽമാണ്. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഇൽമ ഞാനിങ്ങനെ ചിന്തിച്ചു, എങ്ങനെ റബ്ബേ ഒരു 48-50ഓളം മുത്താലിമകൾ ഒരു മഹല്ല് പള്ളിയിൽ ഇപ്പൊ ദർശനം നടത്താന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ തന്നെ ഇത്ര കുട്ടികൾ ഉണ്ടാകാൻ വലിയ പ്രയാസ. അപ്പോ നാട്ടുകാരെ സപ്പോർട്ടാണ്, നാട്ടുകാരെ സഹായമാണ്. ഇത്രയും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് വീടുകളിലാണ്. അൽഹംദുലില്ലാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അന്നത്തെ പെണ്ണുങ്ങ മാത്രല്ല ഇന്നത്തെ മൈരിക്കളത്തെ ഉമ്മ പെങ്ങന്മാരും നല്ലവരാ. അള്ളാഹു ബർക്കത്തേട്ടെ. കാരണം ഇവിടെ താഴെയുള്ള ഒരു രണ്ടാളും മരിച്ചു. അള്ളാഹു നീ അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവരെ വീട്ടിൽ നിന്നാണ് എന്നും 3 നേരം പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് ഇവിടെ ഇൽമ പഠിച്ചത്. എപ്പോ അൽഹംദുലില്ലാ ഞാൻ കരുതിപ്പോയി കുറെ ജനറേഷൻ അങ്ങ് കഴിഞ്ഞപ്പോ ഇപ്പത്തെ പെണ്ണുങ്ങന്മാര് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്കൊന്നും മുത്താലിമീങ്ങൾക്ക് ചോറ് കൊടുക്കാൻ കഴിയാല, നിങ്ങ അവിടെ ക്യാൻറ്റീൻ ആക്കി എന്ന് പറയൂന്ന് ഞാൻ കരുതി. പക്ഷെ പറഞ്ഞില്ല. എന്താ കാരണം? അവരെ ഉമ്മമാരെ, ഇന്ന് ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാര്, ഓരോ ഉമ്മമാരെ അവർ കണ്ടിട്ടുണ്ട്. ആ ഉമ്മമാര് ഇവിടെ പഠിക്കണ മുത്താലിമീങ്ങൾക്ക് ചോറ് കൊടുത്തത് അവർ കണ്ടിട്ടുണ്ട്. അന്ന് മുത്താലിം വരുമ്പോ ആ ചോറുക്ക് വേണ്ടി ഉള്ളി മുറിച്ചു തരാൻ ഉമ്മ ആവശ്യപ്പെട്ടിരുന്നത് ഈ മോളോടാണ്. ഇതുപോലെ തക്കാളി ടൊമാറ്റോ മുറിച്ചു തരാൻ ഈ മോളോടാണ്. മുത്താലിമ വരുന്ന ചോറ് കൊടുക്കാന് ഒന്ന് കറിന്റെ ടേസ്റ്റ് നോക്കുന്നു നോക്കിച്ചത് ഈ മോളോടാണ്. ആ മോളത് പഠിച്ചു. ഉമ്മ മുത്താലിമിന് ചോറ് കൊടുത്ത് വളർത്തുന്നത് പഠിച്ച മകൾ. ആ മകൾ മൈരിക്കളത്ത് 50ഓളം മുത്താലിമുകൾ പഠിക്കുമ്പോ മഹല്ലുകാര് തീരുമാനിച്ചു, ഞങ്ങൾക്ക് വീട്ടിൽ ചോറ് കൊടുക്കാം. അൽഹംദുലില്ലാ. ആ നല്ല ഉമ്മാന്റെ മോള് മാത്രം പോരാ, മരുമോളും അല്ലെ. മൈരിക്കളത്തേക്കെല്ലാം മങ്ങലായിട്ട് വന്നവരെല്ലാം നല്ല നല്ല മരുമക്കന്മാർ. അല്ലാഹു ബർക്കത്തേട്ടെ. ഇങ്ങനത്തെ ഒരു രസമില്ലാത്ത പോലെ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? മോള് വേറെ സ്ഥലത്തേക്ക് വന്നിട്ട് പോയിട്ടുണ്ടാവൂലേ? മംഗലാവാത്ത മോളെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചാ മതി. മംഗളായ പിന്നെ ഓൽ എപ്പോഴെങ്കിലും ആട്ടികൊർക്ക് അമാശക്കൊർക്കല്ലേ വരുള്ളൂ. അപ്പൊ വന്നപ്പോ ചോറ് കൊടുക്കുന്നല്ലാതെ ഇവിടെ ഉണ്ടാകണത് മൈരിക്കളത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് വന്ന പെണ്ണുങ്ങന്മാര് അല്ലെ, മരുമക്കൾ എന്നാ പറയാ, മർമോലു. ഓളും ഒരു നല്ല മർമോളാണ്. ഓളെ ബാപ്പയും ഓളെ ഉമ്മയും ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ സ്നേഹിച്ചവളായതുകൊണ്ട് ഓളിവിടെ. അല്ലെങ്കിൽ ഓള് പറയില്ലേ മാപ്പിളനോട്, നക്കാവാല നിങ്ങളെ മുത്താലിമ നിങ്ങൾ ഹോട്ടലിൽ പൈസ കൊടുത്തിട്ടുണ്ട് വാട്ടോർ നണ്ട കൊണ്ടാവാലെന്ന് പറഞ്ഞാല് എന്ത് ചെയ്യും? നാളെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഭാര്യനെ ഇയാള് വിളിക്കുന്നു, ബറുലേ ദൈക്കൂറില്ലേ ഉണ്ണൂറില്ലേ എന്ന് ഭാര്യനെ വിളിക്കുക. ഞാനിങ്ങനെ എനിക്ക് വട്ടായതാണോ ഇയാൾക്ക് വട്ടായതാണോ ഞാനിങ്ങനെ ആലോചിക്കുക. അങ്ങനെ നമ്മളിതിങ്ങനെ ചിന്തിക്കുമ്പോ ഭാര്യനെ വിളിച്ചിട്ട് ബഷീർ മൊയ്ലാർ ചിരിക്കുകയാണ്. ഭാര്യനെ വിളിച്ചിട്ട് ഇയാൾ പറയാം, എന്താ മാപ്പിള പെഞ്ഞയുടെ വിളിച്ചിട്ട് പറയാൻ, പിന്നെ ബർലേ ഇഞ്ഞ ബർലേ നിങ്ങ തിന്നൂറില്ലേ നിങ്ങ ദൈക്കൂറില്ലേ. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണല്ലോ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങ ആരെയാണ് ബാലേ ബർലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഭാര്യനെ. ഞാൻ ചോദിച്ചു, ഇവിടെ അല്ലേ ഇപ്പൊ അങ്ങനെയാ വിളിക്കല്? അല്ല അങ്ങനല്ല, ഞാൻ അങ്ങനെ വിളിക്കടേ എന്ന് പറഞ്ഞാൽ ഭാര്യനെ. ഇത് പറഞ്ഞ ചിലപ്പോ ഓരിപ്പോ പോയിട്ട് നിങ്ങളോട് പറയും, നിങ്ങ അങ്ങനെ മെബിലിക്കൊറാവന്നല്ലേ അല്ലേ, ബർലേ ദൈക്കൊർലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ആ ഭാര്യയെ ആ ഭർത്താവ് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ, വെറുതെ പറയല്ല. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഞാൻ ആ ഭർത്താവിന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്നെ വിളിച്ചു നോക്കി. ഒക്കെ നൗഫൽ സഖാഫി അയാൾ പറഞ്ഞിങ്ങനെ അതൊക്കെ അല്ല ബന്നക്കും തമാശക്ക് ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അല്ലല്ല. കാരണം ഈ പറയണ സ്ഥലം താജുൽ ഫുഖാഹിന്റെ സ്ഥല, എന്തെങ്കിലും പറഞ്ഞാൽ പറ്റൂല. ഞങ്ങൾ ഇവിടെ നിന്ന് വേദ പറയുമ്പോ ഓരോ ഹയാത്ത് കാലത്തുള്ളത് പോലെയല്ല, ഓരിപ്പോഴും ഹയാത്തിൽ ഉണ്ടാകുമ്പോ ഞങ്ങൾ എത്ര കണ്ട് ഗൗരവത്തിൽ വിഷയം പിന്നെ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു, അതുപോലെ സംസാരിക്കുകയാണ്. അപ്പൊ ഈ ഭർത്താവ് പറയാണ് ഭാര്യനെ കുറിച്ച്, അത് ഓളെ ഞാൻ മംഗലായപ്പോ കുറെ ചെറുതുണ്ടായി. ഇപ്പൊ 2 മക്കളെ ഓരെക്കാൾ വലിപ്പുള്ള മക്കളെ ഓൾ പെറ്റിനെ. പക്ഷേ മംഗലായി വന്നപ്പോ കുറെ ചെറുതുണ്ടായി.
അന്നൊരു കുഞ്ഞിനെ പോലെ എനിക്ക് കണ്ടപ്പോ ഈ ചെറിയ മക്കളെ സ്നേഹം കൊണ്ട് നിങ്ങോ എന്ന് വിളിക്കും. നിങ്ങളെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, ഞങ്ങൾ ചില നാട്ടിലൊക്കെ അങ്ങനെ വിളിക്കും. നിങ്ങോ വരലേ, തിന്നൊരുലേ, എന്തൊരുലേ എന്നൊക്കെ വിളിക്കും സ്നേഹം കൊണ്ട്. ആ വിളി മങ്ങലായ തുടക്കത്തിൽ തുടങ്ങിയതാണ്. ഇന്നും അതേ വിളി കണ്ടിന്യൂ മുന്തുവരിയുത്താ ഇതേ, അത് നിന്നിട്ടില്ല എന്ന് ഇയാളോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അടുത്ത വാതിലുണ്ടാവോ, കേട്ടാ മതി എന്ന് പറഞ്ഞ. ഇപ്പൊ അവരും കേൾക്കുന്നുണ്ടാവും, ഭാര്യയും ഭർത്താവും ചേർന്നിട്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അവരെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മൈരിക്കളത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ട് മരുമക്കളായി വന്ന മൈരിക്കളത്തെ ആൺകുട്ടികളെ ഭാര്യമാര് അല്ലെ, അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ഈ മുത്തല്ലിമകൾക്ക് ചോറുണ്ടാക്കുകയാണ്. അള്ളാഹു അവരെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലെ, ചോറുണ്ടായ മാത്രം മതിയാ, കഴിച്ചതെല്ലാം പുറത്തേക്ക് പോവാൻ ഓർക്ക് അതിൻ്റെതായ സൗകര്യം വേണ്ടേ അല്ലെ. ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുളിക്കണ ഒരു ഹൗദ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് കാണുന്നില്ല. അപ്പൊ അന്ന് ഇവിടെയാണ് ഒരു ഹൗദും പോലത്തെ ഒന്നുണ്ടായി, അതിന് വെള്ളം മുക്കിയിട്ട് കുളിക്കുന്ന കുളി. എന്ത് കുളി! ഇന്ന് അതൊന്നും കാണുന്നില്ല. അൽഹംദുലില്ലാ, മുത്തല്ലിമുകൾക്ക് മാത്രം ടോയ്ലറ്റിന്റെ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ മൈരിക്കളയിലെ പിന്നെ ഗൾഫ് സമിതി ഭാരവാഹികളെ, അവർ ലൈവായി ഞങ്ങളെ പരിപാടി കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ നാട്ടിൽ പഴയ കാലത്ത് ഓതിപ്പടിച്ച ഒരു മുത്തല്ലിം എന്ന നിലക്ക്, ഞാൻ മൈരിക്കളത്തേക്ക് വേദന വരുമ്പോ വലിയ ഒരു വാദം പറയുന്ന ഉസ്താദായിട്ടല്ല വരുന്നത്, നിങ്ങളെ നാട്ടിൽ പഠിച്ച ഒരു മുത്തല്ലിം എന്ന നിലക്ക് വരികയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഗൾഫ് കമ്മിറ്റിക്കാരെയും മഹല്ല് കമ്മിറ്റിക്കാരെ അഭിനന്ദിക്കുകയാണ്. അല്ലാഹുവേ, ആ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. എപ്പോഴും ഒരു നല്ല ദുആ വേണം. കൂടുതൽ ഇവിടെ നീട്ടി പറയാൻ സമയമില്ല. അല്ലാഹുമ്മ ർസുഖ്നാ മീതത്തസ് സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ മരണം തരണേ അല്ലാഹ്. ഏത് സമയത്തും റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണത്. സ്വാലിഹീങ്ങളുടെ മരണം തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വിഷയമാണ്. ഇത് ചോദിക്കുന്ന എത്ര മുഅ്മിനുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇത് ചോദിക്കുന്ന എത്ര ബാപ്പമാർ നമുക്കിടയിലുണ്ട്, ഇത് ചോദിക്കുന്ന എത്ര ഉമ്മമാർ നമുക്കിടയിലുണ്ട്. എപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടത് ആ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ രൂപത്തിൽ നമ്മുടെ മുത്തല്ലിമുകളെ പാകപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മക്കളെയും പാകപ്പെടുത്തിയെടുക്കണേ. ഇപ്പോൾ എല്ലായിടത്തും കറന്റിന്റെ പണിയാണ്. രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, എല്ലാം കറന്റിന്റെ പണിയാണ്. പഴയ കാലത്ത് ഭക്ഷണം ചൂടാക്കിയിരുന്നത് അടുപ്പത്ത് തീ കത്തിച്ചിട്ടാണ്. വിറക് വെച്ചിട്ട് തീ കത്തിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ കാലം ഈ മൈരിക്കള എന്ന അനുഗ്രഹീതമായ നാട്ടിൽ പഴയ കാലത്ത് കഴിഞ്ഞു പോയില്ലേ. ഇപ്പോഴതാ പ്ലഗ് എടുത്തിട്ട് അങ്ങ് അതാ സ്വിച്ച് ഇട്ടാൽ ഇവിടെ കത്തുന്നു. അതിന്റെ മുകളിൽ പാത്രം വെച്ച് വെള്ളം ചൂടാക്കുന്നു, പലതും ചൂടാക്കുന്നു. ഈ അടുത്ത് എന്നോട് ഒരാൾ വല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞത്, ഇനിയുള്ള തലമുറയുടെ അവസ്ഥ എന്താണ് എന്ന് ഓർത്ത് ഞാനങ്ങ് സങ്കടപ്പെട്ടു പോയി. ഞാൻ ഒരാളെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അയാൾ നേരിൽ കണ്ടതെന്നോട് പറയാണ്, ഉസ്താദേ, ഇപ്പോൾ പല രക്ഷിതാക്കളും അറിയാതെ, പല ഉമ്മ ബാപ്പയും അറിയാതെ കുട്ടികൾ പുകവലിക്കുകയാണ്, അതിൽ ലഹരി വസ്തുക്കൾ ചേർക്കുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പ്ലഗിൽ കുത്തിയിട്ട് പുകവലിക്കുന്ന പണിയുണ്ട്. ഇലക്ട്രിക് സ്മോക്കിംഗ് എന്നാണ് അതിനെ കുറിച്ച് പറയുക. അതിന് സിഗരറ്റ് കയ്യിൽ പിടിക്കണ്ട, അവിടെ തീക്കൊള്ളി കൊണ്ട് കത്തിക്കേണ്ടതില്ല. പ്ലഗിലൂടെ അതാ ഇലക്ട്രിക് സ്മോക്കിംഗ് എന്ന പേരില് അതിലിങ്ങനെ പ്ലഗിൽ കുത്തിവെക്കുന്നു, ചാർജ് ചെയ്യുന്നു, എന്നിട്ട് അതാ സ്മോക്കിംഗ് ചെയ്യുന്നു. അതേ വസ്തു തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു, അതിന് ചില ലഹരി വസ്തുക്കളെ ചേർക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ നമ്മുടെ തലമുറ വളർന്നു വന്നാൽ ഇനി നമ്മുടെ മഹല്ലുകളുടെ പ്രസിഡന്റ് ആകുന്നതാരാണ്, സെക്രട്ടറി ആകുന്നതാരാണ്, ഖജാൻജി ആകുന്നതാരാ, മഹല്ലിന് നേതൃത്വം നൽകുന്നതാരാ? രക്ഷിതാക്കളെ, നല്ല ബോധം വേണ്ടേ നമുക്ക്?
അതിന് നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ വല്ലാതെ വ്യാപിച്ചിട്ടുള്ളൊരു പണി. ബേക്കൽ ഉസ്താദെങ്കാലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ശക്തമായി വിമർശിക്കുമായിരുന്നല്ലോ. അവിടുന്ന് പറയുമ്പോഴേക്ക് ജനങ്ങൾ പേടിച്ചു പോയല്ലോ. ഇന്ന് എത്ര ബാധ പറഞ്ഞാലും പേടി വരുന്നില്ല. അതെന്താണ്? കുട്ടികളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുകയാണ്. ഓതിപ്പിക്കണ്ടെന്നല്ല പറഞ്ഞത്, ആ ഓതിപ്പിക്കുന്നത് വീഡിയോ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. നിന്റെ കുട്ടി തെറ്റില്ലാതെ ഖുർആൻ ഓതുന്നത് നീ വീഡിയോ നോക്കാൻ റെക്കോർഡ് ചെയ്തോ പ്രയാസമില്ല. അതേ സമയത്ത് അതങ്ങെടുത്തിട്ട് നാലാള് കാണട്ടെ എന്ന് കരുതിയിട്ട് ചെറിയ പിഞ്ചു കുഞ്ഞ് നിന്റെ കുഞ്ഞുമോൻ നിന്റെ കുഞ്ഞുമോള് ഖുർആൻ ഓതുന്ന വീഡിയോ അങ്ങെടുത്ത് നിന്റെ സ്റ്റേറ്റസിലിട്ടും നാലാളതങ്ങ് കാണുമ്പോ ഇവിടത്തെ ഇൻഷാ അല്ലാഹ് മാറിപ്പോടി കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിസ്കാരം ശീലിച്ചു വന്നാൽ പിന്നെ ആ കുട്ടി അത് ഒഴിവാക്കൂല, അത് പതിവാക്കി വരുന്നു. അല്ലാഹ് ഉദ്ദേശിച്ചാലും എന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോ പടച്ച റബ്ബ് ഉദ്ദേശിച്ചാലാന്നാ പറഞ്ഞത്. എന്നാൽ കണ്ണേറ് ബാധിച്ചിട്ട് ഈ കുട്ടി അങ്ങ് തളർന്നു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ കുട്ടി അങ്ങ് കണ്ണേറ് ബാധിച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു കോമൺ സെൻസ് പോലും അതേ ഇല്ലല്ലോ. ഉമ്മാന്റെ മനസ്സിലില്ലാതെയായി പോയല്ലോ, പാപ്പാന്റെ മനസ്സിലില്ലാതെയായി പോയല്ലോ. ഒരിക്കലും നിങ്ങളുടെ ചെറിയ മക്കൾ ഖുർആൻ ഓതുന്നത് വീഡിയോ നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ എത്ര കണ്ടു വേണമെങ്കിലും സന്തോഷിച്ചോളൂ. അത് സ്റ്റേറ്റസിൽ എടുത്ത് നാലാള് കാണാൻ അവസരമുണ്ടാക്കിയാൽ ചിലപ്പോൾ അവരുടെ കണ്ണേറ് നിങ്ങളെ കുട്ടിക്ക് കൊണ്ടാൽ പിന്നീട് പള്ളിയിലെ ഉസ്താദിന്റെ അരികിലേക്കോ തങ്ങന്മാരുടെ അരികിലേക്കോ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്റെ മോന് ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്നു, ഇപ്പൊ പഠിച്ചത് തലയിൽ കയറൂല, കയറിയാൽ തന്നെ ഓർമ്മയിൽ നിൽക്കൂല. എന്താണ് സംഭവിച്ചത്? കണ്ണേറ് പറ്റിയതാണ്. അൽ ഐനു ഹഖൂൻ, കണ്ണേരെന്നത് സത്യമാണെന്ന് പറയുന്നത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. കൊന്നാര തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു തങ്ങളുപ്പാപ്പാന്റെ മഖ്ബറുണ്ട് കോഴിക്കോട് ജില്ലയിൽ. താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ ഉപ്പാപ്പമാരിൽപ്പെട്ട മഹാനാണ്. ആ മഹാൻ വലിയ മഹാനാണെങ്കിലും ഓരോ നാട്ടിലുള്ള ഒരു മനുഷ്യൻ വരുമ്പോ ഈ തങ്ങളുപ്പാപ്പ ഉള്ളു കൂടും. എന്താ കാരണം? ഓന്റെ കണ്ണ് ഭയങ്കര കണ്ണാണ്, കണ്ണേറ് കൊള്ളൂ എന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, പഠിക്കണ സമയത്ത് ഇങ്ങോട്ട് നോക്കി പഠിക്കണ സമയത്ത് പൊസോട് തങ്ങളുപ്പാപ്പാന്റെ അരികിലേക്ക് എന്നെ ഒരാൾ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി നന്നായി പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു. പൊസോട് തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഇപ്പൊ പ്രസംഗിക്കണ്ട, പഠിച്ചു കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതി. ഇപ്പൊ പ്രസംഗിച്ചാ പിന്നെ ഇപ്പോഴേ ഉണ്ടാവുള്ളൂ, പിന്നെ പ്രസംഗിക്കാൻ പറ്റൂല അല്ലെ? നമ്മളെ ഉമ്മമാർക്ക് എന്തുകൊണ്ട് വിവരമില്ലാതായി പോയി എന്നാ ചിന്തിക്കണേ. എല്ലാ വിവരമുണ്ട്, ഈ വിവരമില്ല. ഒരു നല്ല ഫോട്ടോ കുട്ടിന്റെ ഒരു പെരുന്നാളിന്റെ ഈദ് പിക്ക് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് അതിനെല്ലാം മേക്കപ്പ് എല്ലാം ആക്കിച്ചിട്ട് മേക്കപ്പ് കുട്ടിന്റെ മുഖത്ത് കൊന്നാക്കണ്ട, ഇപ്പൊ മൊബൈലിൽ തന്നെ മേക്കപ്പ് ആക്കാൻ കഴിയുമല്ലോ. അപ്പോ ഓൻ പറഞ്ഞു വിവിടാക്കാന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ ഫോട്ടോ എടുത്തിട്ട് കുറച്ചും കൂടി ഭംഗി കൂട്ടാന്നാണ്. അപ്പുറത്തേക്ക് മാറ്റിയാൽ അപ്പുറത്തേക്ക് വീണ്ടും മാറ്റിയാൽ അപ്പുറത്തേക്ക് വീണ്ടും മാറ്റിയാൽ എന്നിട്ട് അതങ്ങ് എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തു വെക്ക. പിന്നെ പറയാ, ഉസ്താദ് കിട അവിടെ മോത്തുൽ അലക്ക കടിക്ക, ഉസ്താദ് കയ്യിലെല്ലാം കടിക്ക, പുണ്ണു ചറങ്കി എല്ലാം ആയിട് എല്ലാം ആവും. എന്താ കാരണം? കണ്ണേറ് കൊള്ളും. അതുകൊണ്ട് കോമൺ സെൻസ് ഉപയോഗിക്കണം ഉമ്മമാർ, വിവേകം ഉപയോഗിക്കണം. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ അർസുഖ്നാ മീതത്തസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മരണം റബ്ബിനോട് ചോദിച്ചു വാങ്ങണോ. മുൻഗാമികൾ വഫാത്തായതുപോലെ വഫാത്താകണോ. താജുൽ ഫുഖഹാഇന്റെ ജനാസയുടെ അരികിൽ ആളുകൾ ഒരുമിച്ച് കൂടിയത് ഞാനും നിങ്ങളും കണ്ടവരാണ്. ബഹുമാനപ്പെട്ട അൽ മദീന ക്യാമ്പസിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ശറഫുൽ ഉലമാ, ഉലമാക്കളുടെ പ്രൗഢിയായ ഉസ്താദ് അവിടുന്ന് വഫാത്തായപ്പോൾ തടിച്ചുകൂടിയ ജനബാഹുല്യം ഞാനും നിങ്ങളും കണ്ടവരാണ്. ഖുർറത്തു സാദാത്ത്,
സാദാത്തുക്കളുടെ കൺകുളിർമയായ കൂറത്തതങ്ങളുപ്പാപ്പ വഫാത്തായപ്പോ പരിസരത്ത് ഒരുമിച്ചു കൂടിയ ആൾക്കൂട്ടത്തെ കണ്ട് അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. സ്വാലിഹീങ്ങൾ മരിച്ചതുപോലെയൊന്ന് മരിക്കണോ? ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാനങ്ങ് നിർത്തട്ടെ. ഒരു വലിയ മഹാൻ സാബിത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, ആ മഹാനവരികൾ രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു. സമിഅ അദാനൽ മഗ്രിബി, മഗ്രിബിന്റെ ബാങ്ക് വിളി പള്ളിയിൽ നിന്ന് കേൾക്കുകയാണ്. ഉടനെ തന്റെ മക്കളോട് സാബിത്ത് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ഇഹ്മലൂനി ഇലൽ മസ്ജിദി. അതാ മക്കളെ, പള്ളിയിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് വിളി കേൾക്കുകയാണ്, എന്നെയും കൂട്ടിയിട്ടൊന്ന് പള്ളിയിലേക്ക് പോകുമോ? ഉടനെ മക്കള് ബാപ്പാനോട് പറയാണ്, അന്ത മരീദ് വഖദ് ഗഫറകല്ലാഹ്. അല്ല ബാപ്പാ, ബാപ്പക്ക് സുഖല്ലല്ലോ, ബാപ്പക്ക് വയ്യല്ലോ, അല്ലാഹു ബാപ്പക്ക് പുറത്തു തരട്ടെ. ബാപ്പ എന്തിനാണ് പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യം? ഉടനെ സാബിത്ത് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റങ്ങ് ചൊല്ലിയിട്ട് മഹാൻ പറയാണ്, അസ്മഉ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഓ മക്കളെ, മഗ്രിബിന്റെ വാങ്കിലൂടെ ഞാൻ കേൾക്കുന്നത് എന്താണ്? ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ എന്നാണല്ലോ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നാണല്ലോ. എന്നിട്ടോ അത് എന്നെ വിളിക്കുമ്പോൾ ആ വിളി എനിക്കും കൂടി ബാധകമാണല്ലോ. ഞാനത് കേട്ടിട്ടും പള്ളിയിൽ പോകാതെ എന്റെ വീട്ടിൽ വെച്ച് ഞാൻ നിസ്കരിക്കുന്നത് യോജിച്ചതാണോ? അതുകൊണ്ട് വല്ലാഹി ലതഹ്മുലുന്നനി, അല്ലാഹുവാണ് സത്യം, എന്റെ മക്കളല്ലേ നിങ്ങള്, എന്റെ മക്കളായ നിങ്ങള്, ബാപ്പയായ എന്നെ ഇപ്പോൾ തന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണോ, കൂട്ടിക്കൊണ്ടുപോകണോ? സാബിത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളി അങ്ങ് കേട്ടു, നടക്കാൻ കഴിയുന്നില്ല. ഓ മൈരിക്കളയിലെ യുവാക്കള്, അന്ന് ഞാൻ ഇവിടെ മുത്തല്ലിമായി പഠിക്കുമ്പോ അന്നത്തെ പല യുവാക്കളെ എനിക്കറിയാം. അവർ ജമാഅത്തിന് പള്ളിയിൽ വന്നവരാണ്. മുത്തല്ലിമുകളായ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കൂടെ ഇരുന്ന് തമാശ പറയാൻ, ഞങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു തരാൻ, ഞങ്ങൾക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ പോകാതെ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്ന എത്രയോ എന്റെ സമപ്രായക്കാരായ യുവാക്കളെ എനിക്കിപ്പോഴും അറിയാം. അവരിൽപ്പെട്ട പലരെയും ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട്. അന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോഴേക്ക് അവരെ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് ഓടി വന്നവരാടിരുന്നു. ആ യുവാക്കളുടെ പിൻഗാമികളായി ഇന്നത്തെ യുവാക്കളും പള്ളിയിൽ കൗമാരപ്രായമുള്ളവരും ബാങ്ക് വിളി കേൾക്കുമ്പോഴേക്ക് ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചോട്ടെ. ആ സാബിത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മക്കൾ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. മഗ്രിബ് നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഫലമ്മാ സജദത സജദ സജദതൽ അഖീറത മിൻ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്താണ്. ഒന്നാം സുജൂദ് കഴിഞ്ഞു. രണ്ടാമത്തെ സുജൂദായപ്പോ ഖബലല്ലാഹു റൂഹഹു, സാബിത്ത് ഇബ്നു ആമിർ തങ്ങളുടെ റൂഹിനെ അല്ലാഹു അങ്ങ് പിടിച്ചു കളഞ്ഞു. ജീവിതകാലത്ത് ബാങ്ക് വിളി കേട്ടപ്പോഴേക്ക് ജമാഅത്തിന് ഓടിപ്പോയിരുന്ന മഹാൻ അവസാനത്തെ നിസ്കാരവും നിസ്കരിച്ചിട്ടാണ് വഫാത്താകുന്നത്. പള്ളിയിൽ വരുന്നു, മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കുന്നു. അവസാനത്തെ റക്അത്തിലെ അവസാന
അവസാനത്തെ സുജൂദിൽ മഹാനവരുകൾ ലോകത്തോട് വിട പറയുന്നു. മഗ്രിബ് നിസ്കാരത്തിൽ സുജൂദിൽ വഫാത്താകാൻ ഭാഗ്യം ലഭിച്ച മഹാനല്ലേ. എന്തുകൊണ്ടാണ് മഹാനവരുകൾക്ക് സുജൂദിൽ മരിക്കാൻ അവസരം കിട്ടിയത്? ഈ സദസ്സിലുള്ളവരോട് ചോദിക്കട്ടെ, ഒന്ന് കൈ വെക്കുമോ? ഉസ്താദേ, നിങ്ങളെ വാല് നിർത്തുമ്പോൾ എന്തെങ്കിലും കേട്ടുപോയാ പോരാ. ഞങ്ങളിവിടെ കഥ പറയാൻ വന്നവരല്ല, തമാശ പറഞ്ഞ് ചിരിച്ച് അടിപൊടിയാക്കാൻ വന്നവരല്ല. ഖൽബിലൊരു മാറ്റം വരണോ? ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു വലിയ എയിമോടുകൂടെ പിരിയണം, ഒരു വലിയ ഡ്രീമോടുകൂടെ പിരിയണം, ഒരു വലിയ ലക്ഷ്യബോധത്തോടെ പിരിയണം. അതെന്താണ്? ഒന്ന് കൈ വെക്കുമോ ചോദിക്കട്ടെ. എനിക്കൊന്ന് സുജൂദിൽ മരിക്കണോ. ആഗ്രഹമുള്ളവരൊന്ന് കൈ വെക്കുമോ? ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാള് പോലും കൈവക്കാതെ ബാക്കി വെച്ചില്ല. ഈ പറയുന്ന എനിക്കും വല്ലാത്ത ആഗ്രഹമുണ്ട്. അങ്ങനെ സുജൂദിൽ വഫാത്തായ സാബിത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. എന്നാൽ എന്തുകൊണ്ടാണ് മഹാനവരുകൾ അങ്ങനെ മരിക്കാൻ കാരണമെന്നറിയുമോ? മഹാന്മാര് പറയാണ്, സാബിത്ത് ഇബ്നു ആമിർ തങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? കാന ഇദാ സ്വല്ലൽ ഫജ്റ, ഫജ്ർ നിസ്കരിച്ചാൽ ഇന്ന് മുതലങ്ങ് തുടങ്ങിക്കോ. ഇന്നത്തെ വഅദ് കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാനങ്ങ് കുടുങ്ങൂ. അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് മുതലങ്ങ് ഞാൻ പതിവാക്കുന്നു. വഅദ് കഴിഞ്ഞാൽ ഞാൻ എന്റെ ദർസിലോട്ട് മടങ്ങിപ്പോകും. നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ. ഇത് വഅദ് കേൾക്കുന്ന പുരുഷന്മാരോട് മാത്രമല്ല, ഈ മറക്കപ്പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സൗകര്യം ചെയ്ത സ്ഥലത്ത് ഈ അനുജനായ ജ്യേഷ്ഠനായ എന്റെ വഅദ് കേൾക്കുന്ന നല്ലവരിൽ നല്ലവരായ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, സുബഹിക്ക് ശേഷം ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചോ. സാബിത്ത് ഇബ്നു ആമിർ തങ്ങള് മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ വെച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം കിട്ടാൻ കാരണം ഖാല അഹ്ലുൽ ഇൽമി, അന്ന് ജീവിച്ച ഇൽമിന്റെ വക്താക്കൾ പറഞ്ഞു, മഹാനവരുകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം എന്നല്ലേ? കാന ഇദാ സ്വല്ലൽ ഫജ്റ, സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ദുആ നടത്താറുണ്ടായിരുന്നു. ഒരൊറ്റ ദുആ നടത്താറുണ്ടായിരുന്നു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മീതത്തൽ ഹസന. അത് ദുആ ചെയ്യാതെ ആ സ്ഥലത്ത് നിന്ന് മഹാനവരുകൾ എണീറ്റു പോകൂല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മീതത്തൽ ഹസന. റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, അൽ മീതത്തൽ ഹസന, ഒരു നല്ല മരണത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. എനിക്കൊരു നല്ല മരണം വേണോ? ആ നല്ല മരണം ഏതാണ്? അതേ മഗ്രിബ് നിസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദാണ്. ആ ദുആ എന്നും ഫജ്ർ നിസ്കരിച്ചിട്ട് മഹാനവരുകൾ നിർവഹിച്ചതുകൊണ്ട് മഹാനവരുകൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ ഭാഗ്യം എന്താണ്? രണ്ടാമത്തെ സുജൂദിൽ മഗ്രിബ് നിസ്കാരത്തിൽ മരിക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. ആ മഹാനരുടെ ബറക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ആ മരണം നൽകണേ അല്ലാഹ്. ആ നല്ല മരണം നീ നൽകണേ അല്ലാഹ്.
അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് എന്നും എല്ലാവരും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മീതത്തൽ ഹസന, നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ നല്ല മരണം സുജൂദിൽ വെച്ചായിരിക്കും. സാബിത്ത് ഇബ്നു ആമിർ തങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഇന്ന് മാത്രല്ല നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ ഇൻഷാ അല്ലാഹ് പരിപാടികൾ നടക്കുന്നുണ്ട്. നാളെ ദേവർഷോല ഉസ്താദ് വാദിന് വരുന്നു, മറ്റന്നാൾ വന്യരായ പേരോട് ഉസ്താദ് വരുന്നു. അപ്പോൾ ആ മജ്ലിസുകളൊക്കെ അല്ലാഹു തആല വൻ വിജയകരമാക്കി തരട്ടെ, അല്ലാഹു വലിയ ഖബൂലിയത്തുള്ളതാക്കി തരട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം. ഞങ്ങൾ അന്നത്തെ മൈരിക്കളൊന്നും അല്ല ഇപ്പൊ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉസ്താദും കൂടി ഇവിടെ അടുത്ത് കടന്നപ്പോ ഒന്നും കൂടി പ്രൗഢിയ. അങ്ങനെ മഹാന്മാരൊക്കെ ജീവിതകാലത്ത് മാത്രമല്ല ഓരോ വഫാത്തിന് ശേഷവും ഓർക്ക് വല്ലാത്ത ഒരു ഗൗരവം കൂടും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാർന്നിട്ട് പിരിയാം. അപ്പൊ പഴയ മൈരിക്കളല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. മുത്തഅല്ലിമീങ്ങളും ഉണ്ട്, പള്ളിയും നല്ല അല്ലേ. അന്ന് അതേ പള്ളിയാണ്, എന്നാലും പെയിന്റിംഗ് ലൈൻ തോന്നുന്നുണ്ട്. കുറച്ച് അപ്പുറപ്പുറം ലൈന്. ഞങ്ങളുള്ള സമയത്തൊന്നും കട്ടിയുള്ള കാർപ്പറ്റ് ഇല്ല. ഇന്ന് കാർപ്പറ്റ് ഉണ്ടോണ്ടല്ലേ പള്ളിന്റെ കാർപ്പറ്റ് ഇല്ലേ? ഹൗദ് മാറ്റി. അപ്പൊ കണ്ട ആ പഴയ പള്ളി മൈരിക്കളക്കാർക്ക് ഒരു വലിയ പള്ളി കെട്ടാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അത് പഴയതായിട്ട് തന്നെ അങ്ങനെ പോകുന്നിടത്തേക്ക് അങ്ങനെ പോട്ട് എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും. ഇനി കുറച്ച് അതിന്റെ പുതിയ ആക്കുമ്പോ ഇനി ആരും ഇഷ്കാലാക്കേണ്ട, സംശയം ചോദിക്കണ്ട. അപ്പൊ അങ്ങനെ പോട്ടെ എന്ന് അറിഞ്ഞിട്ട് അൽഹംദുലില്ലാ അല്ലാഹു തആല ഈ നാട്ടിൽ ഖിയാമത്ത് നാളെ വരെ ദീനിയായി ചൈതന്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇപ്പൊ ഞങ്ങളെ ജമാഅത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജലീൽ സാഹിബ് ഉസ്താദിന്റെ മോനാണ്. ഞാനിവിടെ വന്നപ്പോ തന്നെ ചോദിച്ചു, ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചു, ആരാണ് സെക്രട്ടറി എന്ന് ചോദിച്ചു. അപ്പൊ അവരൊക്കെ ഞങ്ങൾ അന്നു മുതൽ തന്നെ കണ്ടിരുന്നതാണ്. എന്നോട് ഒരാൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിച്ചു, ഓരെ കാണിച്ചിട്ട് ചോദിച്ചു, ഒരറിയോന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ചില ചോദ്യത്തിന് മറുപടി പറയുന്നതിനേക്കാളും മിണ്ടാതിരിക്കലാ നല്ലത്. ഓരോ അറിയോന്ന് ചോദിച്ചാല് അതെന്ത് ചോദ്യമാണ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ അന്ന് മുതൽക്ക് തന്നെ ഞങ്ങൾ കാണുന്നതാണ്. ഉസ്താദിന് ഇങ്ങനെ മക്കളുണ്ട്, അക്കൂട്ടത്തിലെ ജലീൽ സാഹിബ് എന്ന് പറയുന്ന ഒരു മോനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നു മുതൽ അൽഹംദുലില്ലാ ഇന്ന് നാട്ടുകാരായ നിങ്ങൾക്കൊക്കെ ആ ബാപ്പാന്റെ പിന്നെ സ്ഥാനത്ത് ഒരു പ്രസിഡന്റായി നാട്ടുകാരായ നിങ്ങളൊക്കെ തെരഞ്ഞെടുത്തല്ലോ. അത് അല്ലാഹു തആല നൽകുന്ന ഓരോ ഖൈറുകളും അനുഗ്രഹങ്ങളുമാണ്. അപ്പൊ അൽഹംദുലില്ലാ അപ്പൊ അവര് പ്രസിഡന്റായി, ഞങ്ങളെ ഇസ്മായിൽ മാസ്റ്റർ ജനറൽ സെക്രട്ടറി ആയി. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ SSF പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ SSFന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അത് മാത്രമല്ല ഞങ്ങള് അന്ന് ഇവിടെ ഇന്നത്തെ ഇസ്മായിൽ മാസ്റ്റർ ഒന്നുമല്ല, ഇന്ന് പാന്റും ഷർട്ടും ഒക്കെ ഉള്ളിലെല്ലാം ആക്കിയിട്ട് ടിപ് ടോപ്പ് ആയിട്ടെല്ലാം വരുന്നത്. അന്നൊരു പഴയ ഒരു ഇസ്മായിൽ മാസ്റ്ററിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഇസ്മായിൽ മാസ്റ്റർ ആയിട്ടില്ല തോന്നുന്നുണ്ട്. അന്ന് ഇവിടെ പിന്നെ ദർസിലൊക്കെ ഞങ്ങൾ മുത്താലിമായി പഠിക്കുന്ന സമയത്ത് ഒരു വെള്ള ഒരു ഷർട്ടും വെള്ള ഒരു മുണ്ടും, മറ്റേ മുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ തുണി അരവുടുപ്പ്, അതൊക്കെ ഇട്ടുകൊണ്ട് വന്നത് നിങ്ങൾ പറഞ്ഞ എനിക്കറിയാം. അപ്പൊ അൽഹംദുലില്ലാ അന്ന് തന്നെ പിന്നെ ഇവിടെ ഞങ്ങളെ ദർസിലൊക്കെ വന്നിരുന്നവരായിരുന്നു. അങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഈ നാട്ടില്. ഇസ്മായിൽ മാസ്റ്റർ മുന്നിലുള്ളതുകൊണ്ട് പേര് പറഞ്ഞുള്ളൂ. അപ്പൊ അവരൊക്കെ ജനറൽ സെക്രട്ടറിയാണ് അൽഹംദുലില്ലാ. അങ്ങനെ ട്രഷറർ, കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങള് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. എന്താ പറഞ്ഞ അഹമ്മദ് അല്ലെ, SM അഹമ്മദ് അൽഹംദുലില്ലാ. അങ്ങനെ തുടങ്ങി കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ വളരെ ഭംഗിയായ നിലക്ക് ഇതിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഈ നാട്ടിൽ എന്ത് നടന്നാലും അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഫുഖഹാ ഉസ്താദായിരിക്കും, അതിലൊരു സംശയമില്ല. ഞങ്ങളെ ഉയർച്ചയിൽ തന്നെ ഉസ്താദിന് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പൊ സ്വന്തം നാട്ടിന്റെ ഉയർച്ച കാണുമ്പോൾ അതിനൊരു സെൽഫിഷ്നെസ് ഉണ്ടാവുമല്ലോ, ഒരു സ്വാർത്ഥത. എന്നെ ഇപ്പത്തൊന്നും ഓർക്കാണ് എനിക്ക്, ഞാൻ പിന്നെ ഒരിക്കൽ ഇങ്ങനെ ദീർഘ യാത്ര പോണ സമയമാണ്, അന്ന് പാസ്സായി വന്ന തുടക്കം തോന്നുന്നുണ്ട്. അപ്പൊ അന്ന് എനിക്കിങ്ങനെ ഒരു കോള് വരുന്നത് കാണുന്നു, 4 മണിക്ക് കോള് വരാം. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാണ്, നൗഫൽ സക്കാഫി എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഉസ്താദ് ഒരു സ്ഥലത്തേക്ക്. ആരാ വിളിക്കണേ? അപ്പോഴും ജാടല്ല ബേക്കൽ ഉസ്താദ് എന്നല്ല പറയാ. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, വിളിച്ചേ ആരാന്ന് ചോദിച്ചാ, ഞാൻ കളസ ഉസ്താദാണ്.
ആര് നൗഫൽ സഖാഫി എന്ന് പറയണ്ട, അങ്ങനല്ല, ഞാനങ്ങനെ പറയില്ലോട്ടോ, ഉദാഹരണം പറഞ്ഞ. പക്ഷെ ഉസ്താദ് വിളിച്ചാൽ ഉസ്താദ് പറഞ്ഞ ഞാന് ബേക്കളം ഇബ്രാഹിം മുസ്ലിയാരാണ്, അങ്ങനെയാ പറയാ. സുബ്ഹാന ജല്ല ജലാലു, ജാടൊന്നുമില്ലല്ലോ. അപ്പൊ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞെന്താ, പിന്നെ ഇവിടെ എന്നെ പിന്നെ ബേക്കളം ഭാഗത്ത് തോന്നുന്നുണ്ട് ഖാലിയായി, ആ ഭാഗത്ത് ഖാലിയായി ബൈഅത്ത് ചെയ്യാണ്. അപ്പൊ അതിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് പ്രസംഗിക്കണം, അതിനു വേണ്ടി വിളിച്ചാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങൾക്കറിയാം ഞാനിപ്പോ എന്താ ഇപ്പൊ അവിടെ പോയി പ്രസംഗിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചു. പക്ഷേ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഉസ്താദിന്റെ മനസ്സിലുള്ള ആ സന്മനസ്, അത് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. ഞാനും ഉസ്താദും ഒരു ബന്ധവുമല്ല, ഉസ്താദും ശിഷ്യനും അല്ല, കുടുംബ ബന്ധവുമല്ല, ഒന്നുമില്ല. എന്നാലും ഞങ്ങൾ കാണുന്ന മക്കളൊക്കെ ഒന്ന് വളർന്നു വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ സ്വന്തം നാട്ടിന്റെ ഉയർച്ചയും വളർച്ചയും ഉസ്താദ് കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കൂലേ മരിക്കളക്കാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അൽഹംദുലില്ലാ, ഇവിടെ ഇപ്പോ ഞാനിവിടെ വന്നപ്പോ എനിക്ക് ആകെ ഒരു 2 കുറവായി കണ്ട ഒരു സംഗതി ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലേ. അതും കൂടി ഒന്ന് ഭർത്തിയായാലും മാഷാ അല്ലാഹ് വല്ലാത്തൊരു സംഭവമായിരിക്കും. അതിൽ ഒന്ന് ഞങ്ങളെ മദ്രസ ഇവിടെ അല്ലേ നേരെ മുന്നില്, അതൊന്നിങ്ങനെ ഒന്ന് പൂർത്തിയാവണം. 2 ഞങ്ങളെ അവിടെ പള്ളിന്റെ മുകളിലെ ഷീറ്റ് ഇട്ട ഭാഗം, കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ടല്ലേ തീരെ ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. ഞാൻ കുറച്ചും കൂടി നിങ്ങളെ വല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ടാ കുറച്ച് ഇട്ടിക്കണെന്ന് പറഞ്ഞു. അപ്പൊ തീരെ ഇട്ടിട്ടില്ല എന്നറിഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ മുതഅല്ലിമീങ്ങളെ സൗകര്യത്തിന് അവിടെ കുറച്ച് ഷീറ്റ് നമുക്ക് വേണം. അപ്പോ കുറച്ച് നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത് എനിക്കൊരാഗ്രഹമാണ്. എന്താ ആഗ്രഹം? അത് ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം. കാരണം പഠിച്ച ഒരു സ്ഥലല്ലേ, അപ്പൊ നാട്ടുകാരോടൊരു കടപ്പാടുണ്ട്. അപ്പൊ ഇവിടെ പിന്നെ എന്താണ്, ഇവിടെ എന്തെങ്കിലും ഒരു കടപ്പാടുണ്ട്, അതിന് തരാൻ പറ്റിയവരൊക്കെ ഉണ്ടാവുക ചോദിച്ചാല്. ഇസ്മായിൽ മാസ്റ്റർ എന്നോട് പറഞ്ഞു, ഉസ്താദെ തരും. കാരണം ഇവരൊക്കെ മുതഅല്ലിമീങ്ങളെ ഇൽമിനെ സ്നേഹിക്കുന്ന പണ്ടത്തെ വയസ്സന്മാരൊന്നുമില്ല. ശ്രവിക്കുന്നുണ്ട്. നേരത്തെ നമ്മളെ ഗൾഫ് കമ്മിറ്റിക്കാരും അൽഹംദുലില്ലാ അല്ലെ, ഈ മരിക്കളക്കാർ കുറെ ആള് ദുബായിലും ഉണ്ട്. ഒക്കെ മരിക്കാലാന്ന് തന്നെ പറയുന്നത്, മരിക്കുന്നില്ല. ആര് പറഞ്ഞു? ഒക്കെ മരിക്കാല. ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വന്നപ്പോ അങ്ങനെ പേര് മരിക്കാല പറഞ്ഞ കൊസ്റ്റിയായി. അവിടെ പോയാൽ ആരും മരിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അൽഹംദുലില്ലാ മരിക്കാലാന്ന് പറഞ്ഞ എപ്പം ജീവനായിട്ടുണ്ടാകുന്ന അതിന്റെ അർത്ഥം അല്ലെ. അങ്ങനെയാണല്ലോ ഇപ്പൊ കണ്ട ഉസ്താദ് അങ്ങ് കിടന്നപ്പോ വഫാത്തായെങ്കിലും ജീവനോടുകൂടെ ഉള്ളതുപോലെയാണ്. അല്ലാഹു ആ തനിമ നിലനിർത്തി തരട്ടെ. അപ്പോ ഗൾഫിന്റെ പല നാടുകളിലും മരിക്കളക്കാരുണ്ട്. അല്ലാഹു ആ പ്രവാസികൾക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താ ആവേണ്ടത്? ഇപ്പൊന്നും വേണ്ട. അൽഹംദുലില്ലാ സന്തോഷായി. അപ്പോ നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ അടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ സഹകരിക്ക. ഞങ്ങളെ നേരെ മുന്നിൽ കാണുന്ന ആ മദ്രസയുടെ കെട്ടിടം, അതിന്റെ പണി നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ മുകളിൽ മുതഅല്ലിമുകളുടെ സൗകര്യത്തിന് വേണ്ടി ഷീറ്റ് ആ ഭാഗത്ത് ഷീറ്റിടണം. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ, അതിന് എത്ര സ്ക്വയർ ഫീറ്റ് വരിക, അതൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ സഹകരിച്ച്, സദസ്സിലുള്ളവരും സഹകരിക്കുക, ലൈവായി കേൾക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, അവരും കൂടി എന്താക്കുക, സഹകരിക്കുക എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി എല്ലാവരും ഒന്ന് എണീറ്റ് ഒന്ന് അടുത്തേക്ക് വരിക ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ച രാമാണല്ലോ, നമുക്കൊരു 3 സ്വലാത്തു ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് ഇവിടുന്ന് പിരിയണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നമ്മളെ അബ്ബാസ് സഖാഫി അവരുകൾ ഞങ്ങളൊക്കെ ഒരേ ദർസിൽ ഓതിപ്പടിച്ചവരാണ്. ശൈഖുന മുഹയ്യിസുന്ന ഉസ്താദിന്റെ ദർസിൽ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോ വലിയ ഹല്ലാണ് അല്ലേ. ദർസ് നടത്താന്ന് പറഞ്ഞാല് അത് അള്ളാഹു നൽകുന്ന ഭാഗ്യാണ്. ഇൽമുള്ളത് കൊണ്ട് മാത്രം ദർസ് നടത്താൻ കഴിയില്ല. അള്ളാഹു തരുന്ന ഒരു ഹല്ലാണ്. ആ ഹല്ല് അള്ളാഹു അവർക്കും ഞങ്ങൾക്കും അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ ദർസിലും ഞങ്ങളെ ദർസുകളിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. ഇയാൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായി, ഒരേപോലെ വയസ്സൊന്നും ആയിട്ടല്ലോ മൂപ്പർക്ക്. എന്റെ പേര് ബഷീർ. അന്നും ഇങ്ങനെ തന്നെ ഉണ്ടായി, ഇന്നും ഇങ്ങനെ തന്നെ. വയസ്സാന്നില്ലേ? ആവുന്നില്ല. ഇനിയെങ്കാലും അയാൾക്ക് നാളെ പനി വന്നെകൊണ്ടല്ലേ ഇത് എന്നെ തന്നെ പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്റെ കണ്ണൊന്നും തട്ടൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് വെള്ളിയാഴ്ച രാവിലെ, അടുത്തത് റബീഉൽ അവ്വലാണ് ഉമ്മമാരെ. റബീഉൽ അവ്വലിൽ ധാരാളം സ്വലാത്ത് ഇപ്പൊ തന്നെ തുടങ്ങണം, സ്വലാത്ത് ചൊല്ലാൻ.
പുരുഷന്മാരും യുവാക്കളും എൻ്റെ ജേഷ്ഠാനുജന്മാരൊക്കെ ഉമ്മപ്പെങ്ങന്മാരൊക്കെ സ്വലാത്ത് ഇപ്പൊ തന്നെ തുടങ്ങുക, ധാരാളം സ്വലാത്ത് തുടങ്ങുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്നതിന് മുമ്പ് മദീനത്തെ പള്ളിയിൽ 40 നിസ്കാരം നിസ്കരിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഉറക്കാമീൻ പറയും. ഒരൊറ്റ നീയത്ത് വെള്ളിയാഴ്ച രാവ് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് പിരിയ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് നീയത്ത് ഉസ്താദേ? ഒരൊറ്റ ആഗ്രഹം. പല ആഗ്രഹമുണ്ട്, അത് നടന്നാലും നടന്നില്ലെങ്കിലും പോയിക്കോട്ടെ. അതേ സമയത്ത് ഒരു ആഗ്രഹം നടന്നിരിക്കണം. അതെന്താണ്? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു തവണ മദീനയിൽ പോകണം. മദീനയിൽ വെറുതെ അങ്ങ് പോയി വന്നാ പറ്റൂല. ആ മദീനത്തെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കണം. 8 ദിവസം മദീനയിൽ ഉണ്ടെങ്കിലാണ് ചുരുങ്ങിയത് 40 നിസ്കാരം കിട്ടുക. ഓരോ ദിവസം 5 നേരം നിസ്കാരം വീതം. കാരണം മദീനത്തെ പള്ളിയിൽ 40 നിസ്കാരം ഒരാൾക്ക് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, അതുകൊണ്ടാണ് ഗവൺമെന്റ് ഹജ്ജിന് പോയാൽ മദീനയിൽ 9 ദിവസം നിർത്തും, പിന്നെയാണ് മക്കത്തേക്ക് കൊണ്ടുപോവാ. ചിലപ്പോ മക്കത്തേക്ക് പോയാൽ പിന്നെ മദീനത്തേക്ക്. ആ 9 ദിവസം മദീനയിൽ അതാ 40ന്റെ കണക്ക് വെച്ചിട്ട് എന്ന് പറയുന്നു. 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കുത്തിബത്ത് ലഹു ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൽ അദാബ്, നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു അയാൾക്ക് എഴുതി വെക്കും. അതുപോലെ ശിക്ഷയിൽ നിന്നുള്ള മോചനം. അയാൾക്ക് നരകം ഉണ്ടാവൂല, ശിക്ഷ ഉണ്ടാവൂല, അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. നല്ല നിയത്തോടുകൂടെ മദീനത്തെ പള്ളിയിൽ 40 നിസ്കാരം നിസ്കരിച്ചാൽ. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്നൊരു തീരുമാനം എടുക്കണം. ഉമ്മ മദീനയിൽ പോകണം. പോയിട്ട് ഉമ്മമാർക്കൊന്നും വേണ്ട, ഒരു മദീനയിൽ പോയാൽ മദീനത്തെ പള്ളിയിൽ പോയിട്ടൊന്നും നിസ്കരിക്കണ്ട. ഒരു മദീനയിൽ പോയാൽ റൂമിൽ തന്നെ നിസ്കരിച്ചാൽ മതി. അവർക്ക് എവിടെ പോയാലും അവർക്ക് നിസ്കാരം ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന. അവർ മക്കത്ത് പോയാലും മദീനയിൽ പോയാലും എവിടെ പോയാലും അവർക്ക് അവരെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണ്. അതുകൊണ്ടാണ് മക്കത്തെ ഹറമിന്റെ ഇമാമുമാർ പോലും പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ വരല്ലേ, നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് അവർ മക്കത്തെ ഹറമിലെ ഇമാമിങ്ങൾ പോലും പറയുന്നത് വെറുതെ കല്ല. അതേ സമയത്ത് പുരുഷന്മാർ മദീനയിൽ പോയാൽ 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കണം. അല്ലാഹു ഞങ്ങൾക്ക് അതിന് ഭാഗ്യം തരട്ടെ. ഇത്തവണ റബീഉൽ അവ്വലിൽ മദീനയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, ജീവിതത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. അടുത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ 1 മുതൽ അവസാനം വരെ മൗലിദ് വിടണ്ട ഉമ്മ, മൗലിദ് പാരായണം നടത്തണം. പുരുഷന്മാരൊക്കെ പള്ളിയിൽ, ഞങ്ങൾ അന്നുള്ള സമയത്ത് റബീഉൽ അവ്വൽ രാത്രി മൗലിദ് ഉണ്ട്, ഇപ്പോഴുണ്ടല്ലോ അല്ലെ, അൽഹംദുലില്ലാ. ആണുങ്ങളെല്ലാം പള്ളിയിൽ അന്ന് പിന്നെ എൻ്റെ അപ്പം കടിയും എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നല്ലൊരു മൗലിദ് അശ്റക്കെല്ലാം ചൊല്ലിയിട്ട് പുരുഷന്മാരൊക്കെ പള്ളിയിൽ വരുമ്പോ സ്ത്രീകൾ എന്ത് വേണം? സ്ത്രീകള് അവരവരെ വീട്ടിൽ ഇരുന്ന് മക്കള് പേരമക്കള് എല്ലാരെയും ഒരുമിച്ച് കൂട്ടി മങ്കൂസ് മൗലിദ് ഓതണം. മങ്കൂസ് മൗലിദ് രചിച്ചത് തന്നെ ഉമ്മ. ഇന്ന് വല്ലാതെ വിഷമങ്ങൾ പടർന്നു പിടിച്ചിട്ടുള്ള കാലാണ്. ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ കണ്ടില്ലേ? വയനാട്ടിലൊക്കെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ഗർഭപാത്രം പോലും, ചളിയിൽ പുരണ്ട ഗർഭപാത്രം പോലും തെരഞ്ഞു നോക്കിയപ്പോ കിട്ടി എന്ന് പറഞ്ഞെങ്കിൽ എന്താപ്പോ അതിന്റെ ഒക്കെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അല്ല കിർഫല്ലാത്തവനായിപ്പോയോ? അല്ല ഇത്രയും കിർഫല്ലാത്തവനായിപ്പോയോ? കിർഫല്ലാന്നൊന്നുമല്ല. ഈമാനുള്ളവർക്ക് പരലോകത്ത് വലിയ പദവി നൽകാൻ അള്ളാഹു പരീക്ഷിക്കും. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ മദീനയുടെ താരീഖ് പറയുന്ന ഒരു കിതാബ് കയ്യിലെടുത്തപ്പോ അതിൽ കാണുന്നു, മദീനയിൽ ഹിജ്റക്ക് പോയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹിജ്റക്ക് പോയപ്പോ പല സ്വഹാബത്തിനും വബാ എന്ന രോഗം പിടികൂടി. എത്രയോ ദിവസം അവർക്ക് പനി ബാധിച്ചു. എന്തേ? സ്വഹാബത്ത് അള്ളാഹ്ക്ക് കിർഫില്ലാഞ്ഞിട്ടാ? അല്ല, അതിന് പകരം സ്വഹാബത്തിന് പരലോകത്ത് വലിയ ബഹുമാനം നൽകാനാണ്. അതുകൊണ്ട് നല്ല ഈമാനോടുകൂടെ ഹബീബായ തങ്ങളിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തോടുകൂടെ റബീഉൽ അവ്വലിൽ മങ്കൂസ് മൗലിദ് എന്നും ചൊല്ല. അത് വലിയ ബറക്കത്താണ്. സൈനുദ്ദീനിൽ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു മഹാനവരുകളാണ് മങ്കൂസ് മൗലിദ് രചിച്ചത്. മഹാനവരുകളുടെ അരികിലേക്ക് ആ പരിസരത്ത് വബാ എന്ന രോഗം വല്ലാതെ വ്യാപിച്ചപ്പോൾ, ജനങ്ങൾ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോൾ
അതിന് ഒരു ആശ്വാസം എന്ന നിലക്കാണ് മഹാനവരുകൾ ആ കിതാബ് മൗലിദിന്റെ കിതാബ് രചിച്ചത് എന്ന് മഹാന്മാര് പറയാണ്. അതുകൊണ്ട് ഇന്നും ആ മൗലിദിന്റെ അവസാനം കാണുന്ന ദുആ, ആ ദുആയിൽ വബാ രോഗത്തെ തൊട്ട് കാവൽ ചോദിക്കലുണ്ട്. അത് അന്ന് രചിച്ച ദുആയായതുകൊണ്ടാണ്. അതുകൊണ്ട് മങ്കൂസ് മൗലിദ് നല്ല നിയത്തോടെ ചൊല്ലിയാൽ അതിന് ഫലം കാണും. അത് റബീഉൽ അവ്വലിൽ ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ആദർശമുണ്ട്. ഒരാളുടെ മുന്നിലും പണയം വെക്കാനുള്ള ആദർശമല്ല അത്. അതുകൊണ്ട് നമുക്ക് ഇത്തവണ റബീഉൽ അവ്വൽ എന്നത്തേക്കാളും ജീവസുറ്റുള്ളതാക്കണം. അല്ലാഹു ഞങ്ങൾക്ക് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصد وعدد لك أشكو فيك يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله ഞങ്ങളീ ചൊല്ലിയതും ഓതിയതുമെല്ലാം നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനെ. അതിന്റെ മിസ്ല സവാബ് ഒന്നാമതായി മദീനയിൽ ഉള്ള ഞങ്ങളുടെ നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു